So good evening everyone. Welcome back to Enlearn Academy. So നമ്മൾ ഇന്ന് മുതൽ UGC Net Commerceന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഡിസംബർ 2025 സെഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഇനി അടുത്ത ദിവസങ്ങളിൽ അങ്ങനെ ഓരോ സെഷൻസ് ആയിട്ട്, അതായത് ഇപ്പൊ നാളെ ജൂണിൻ്റെതായിരിക്കും, പിന്നെ അടുത്ത ദിവസങ്ങളിൽ 2024 ഓരോ PYQs കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഡിസംബർ 2025 യൂണിറ്റ് വൈസ് PYQs ആണ് ഓക്കെ ചെയ്യുന്നത്. ഇന്ന് ഞാൻ കൊടുത്തിട്ടുള്ള സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യൂണിറ്റ്സ് വൈസിൽ നമുക്ക് ഈ ഡിസംബർ 2025 സെഷനിൽ എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അതിനനുസരിച്ചുള്ള സ്ലൈഡ്സ് ആണ് ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് നിങ്ങൾ കഴിയുന്നതും ആൻസേഴ്സ് അറിയെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യണം. ഓക്കെ, റിപ്ലൈ തരാം. ഓക്കെ, ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ സെഷൻ മാതിരി നിങ്ങൾ ജസ്റ്റ് മെസ്സേജ് ചാറ്റ് ബോക്സിൽ ആൻസേഴ്സ് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ് എൻവയറൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ് യൂണിറ്റ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് ആട്ടോ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് an empirical test was carried out in 1951 on Heckscher-Ohlin model to find out whether or not the US, which has abundant capital resources, exports capital-intensive goods and imports labor-intensive goods. But it was found that the US exported more labor-intensive commodities and imported more capital-intensive products, which was contrary to the result of Heckscher-Ohlin model. Who has conducted the test? Option A, Stephen Bernstam Linder. Option B, David Ricardo. Option C, J.B. Say. Option D, Vasily Leontief. സോ ഇതിന്റെ ആൻസേഴ്സ് അറിയുമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടാട്ടോ. Okay, so the answer is option D, Vasily Leontief. Okay, നമ്മൾ ലിയോണ്ടിഫ് പാരഡോക്സ് ഇന്റർനാഷണൽ ബിസിനസിന്റെ ഇന്റർനാഷണൽ തിയറീസിൽ നമ്മൾ പഠിക്കുന്നതാണ് എന്ത് ലിയോണ്ടിഫ് പാരഡോക്സ്. HO തിയറിന്റെ നേരെ കോൺട്രഡിക്ടറി വേർഷൻ ആയിട്ടാണ് ലിയോണ്ടിഫ് പാരഡോക്സ് വരുന്നത്. ഓക്കെ, സോ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഓർത്ത് വെക്കുക. ഇത് ഞാൻ വേഗം എന്തുകൊണ്ടാണ് തീർക്കുന്ന പറയുന്നത്, നമുക്ക് 1 ഹവറിന്റെ ഉള്ളിൽ ഈ ഒരു സെഷൻ തീർക്കണം, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അറിയുന്ന പോർഷൻസ് വേഗം ഒന്ന് ജസ്റ്റ് ആൻസർ ചെയ്ത് പോവാം. Second one is, which statement best captures the difference between FPI and FPA? FDI is an investment with lasting interest and managerial control. FPA is a passive investment without control. Option B, FDI involves only equity investment. FPA involves both equity and debt security. Option C, FDI is recorded in current account whereas FPA is recorded in capital account. Option D, both FDI and FPA give investors voting rights in the host country. So ഇതിൽ FDI and FPI പറ്റി നമ്മൾ ഓൾറെഡി നമ്മുടെ ക്ലാസ്സസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നല്ല നീറ്റ് ആയിട്ട് നമ്മൾ അതിന്റെ ഒരു പോർഷൻ തന്നെ ആയിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു FDI and FPI പറ്റിയിട്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ആൻസർ? Okay, so the answer is option A, that is FDI is an investment with lasting interest and managerial control, whereas FPA is passive investment without control. Okay, നമുക്കറിയാം FDI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ 10%-ന് മേലെ ഒരു കമ്പനീന്റെ ഷെയർസ് വാങ്ങിയിട്ടുണ്ടെങ്കിലാണ് FDI ആവുക. വേറെ 10%-നെ കാട്ടി കുറവാണ് വാങ്ങുന്നതെങ്കിൽ അവിടെ FPI ആണ് വരിക. ഓക്കെ, FDI അവിടെ എന്താ പറയുക, FDIക്ക് അവിടെ കുറച്ചുകൂടി കൺട്രോളും കാര്യങ്ങളും കൂടും. ഓക്കെ, വേറെ FPI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൺട്രോൾ ഇല്ലാത്ത ജസ്റ്റ് ഒരു പാസീവ് ഇൻവെസ്റ്റ്മെന്റ് മാതിരിയാണ് കാണിക്കാൻ പറ്റുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ പോസിബിൾ കോസ്റ്റ് ഓഫ് FDI to the host country is option A, employment opportunities may increase in the short run but long run competitiveness will be reduced. Option B, technology transfer always leads to dependency
and no local innovation get encouraged. Option C, repatriation of profits may lead to capital outflows. Option D, FDI inflows always worsen the host country's BOP position. സോ ഇത് ഹോസ്റ്റ് കൺട്രീൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഹോം കൺട്രീൻ്റെ അതല്ല, ഹോസ്റ്റ് കൺട്രിക്ക് വരാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ആയിട്ടുള്ള കോസ്റ്റ് എന്താണ് എഫ് ഡി ഐൻ്റെ കേസിൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിൽ. ആൻസേഴ്സ് അറിയെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. Okay, so the answer is repatriation of profits may lead to capital outflows. Okay, repatriation of profit എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമ്മൾ ഹോസ്റ്റ് കൺട്രിയിൽ നിന്നും ഹോം കൺട്രിയിലേക്ക് നമ്മൾ പ്രോഫിറ്റ്സ്, അവിടെ നമ്മളിപ്പോൾ ചിലപ്പോൾ ഫോറിൻ കൺട്രിയിൽ നിന്നായിരിക്കും നമ്മൾ പ്രോഫിറ്റ്സ് ഏൺ ചെയ്യുക. സോ ഈ ഫോറിൻ ഏൺഡ് പ്രോഫിറ്റ്സ് ഒക്കെ നമ്മൾ ഈ ഒരു തിരിച്ച് നമ്മൾ ഹോം കൺട്രിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഹോം കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. സോ അതിൽ ഉണ്ടാവുന്ന ഒരു പോസിബിൾ കോസ്റ്റ് ആണ് എന്തിനുണ്ടാവുന്നത്, എഫ് ഡി ഐക്ക് ഉണ്ടാവുന്നത്. Fourth question is, select the correct option from the followings. The balance of payment, option A, includes only exports and import of goods and services. Option B, is always balanced because every credit entry has a corresponding debit entry. Option C, excludes unilateral transfers like remittance. Option D, shows only the financial accounts of transaction. സോ ഇവിടെ ബാലൻസ് ഓഫ് പേയ്മെന്റിനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റമാറ്റിക് റെക്കോർഡാണ് അല്ലേ? എല്ലാ എക്കണോമിക് ട്രാൻസാക്ഷൻസിന്റെ, നമ്മുടെ ഒരു കൺട്രീന്റെ റെസിഡന്റും ബാക്കിയുള്ള വേൾഡും തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻസ് ഉണ്ടാവല്ലോ, ആ എല്ലാ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് അതിന്റെ ഒരു സിസ്റ്റമാറ്റിക് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് റെക്കോർഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഈസ്, ഇറ്റ് ഈസ് ഓൾവേസ് ബാലൻസ്ഡ് ബിക്കോസ് എവറി ക്രെഡിറ്റ് എൻട്രി ഹാസ് എ കറസ്പോണ്ടിങ് ഡെബിറ്റ് എൻട്രി. ഓക്കെ. Fifth question is, which of the following is not a core function of WTO? World Trade Organization core function അല്ലാത്ത കാര്യം എന്താണെന്നുള്ളതാണ്. Okay. Option A, providing a forum for trade negotiation. Option B, administering agreements such as GATS, TRIPS, and TRIMS. Option C, monitoring trade policies. And option D, providing concessional loans and financial aid to developing countries. So answer is option D, providing concessional loans and financial aid to developing countries. Okay, World Trade Organization ഫംഗ്ഷൻ അല്ല അത്. ഓക്കെ, ഈ കൺസെഷണൽ ലോൺസും അതുപോലത്തെ ഫൈനാൻഷ്യൽ എയ്ഡ്സും ഒക്കെ ആർക്ക് ഈ ഡെവലപ്പിംഗ് കൺട്രീസിന് ആരാ കൊടുക്കുന്നത്? ലൈക്ക് IMF അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ ഒക്കെ ഒരു ഫംഗ്ഷൻ ആയിട്ടാണ് അത് അറിയപ്പെടുന്നത്, റൈറ്റ്? സോ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പറയുമ്പോൾ ട്രേഡുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അവരിൽ വരുന്ന ഫംഗ്ഷൻസ്. ഓക്കെ, അല്ലാണ്ട് ഈ കൺസെഷണൽ ലോൺസ് ആണെങ്കിലും ഫൈനാൻഷ്യൽ എയ്ഡ്സ് അത് കാര്യങ്ങൾ WTO അല്ല കൊടുക്കുന്നത്. ഓക്കെ, ഇനി അസേർഷൻ റീസണിംഗ് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അസേർഷനിൽ വരുന്ന എന്താണ്? ഹെക്ഷർ ആൻഡ് ഒഹ്ലിൻ ഡെവലപ്ഡ് എ തിയറി
to explain the reasons for differences in relative commodity prices and competitive advantages between two nations. According to this theory, a nation will export the commodity whose production requires intensive use of the nation's relatively abundant and cheap factors and import the commodity whose production requires intensive use of the nation's scarce and expensive factors. ഓക്കെ, സോ അസേർഷൻ പറഞ്ഞാൽ എക്സ്റോഹിലിന്റെ തിയറീനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അതിൽ കൊടുക്കുന്ന റീസൺ എന്താണ്? ദസ് എ കൺട്രി വിത്ത് an abundance of cheap labor would import labor intensive products and export capital intensive goods and vice versa. Okay, so in the light of the above statement, choose the most appropriate answer from the options given below. Option A, both A and R are right and R is the correct explanation of A. B, both A and R are correct but R is not the correct explanation of A. Option C, A is correct but R is not correct. D, A is not correct but R is correct. So the answer is A is correct but R is not correct. Okay, so assertion correct ആണ് പക്ഷേ reasoning correct അല്ല. Okay, പിന്നെ വരുന്ന 7th question is India's participation in SAARC and Asian trade pacts primarily reflects which level of regional economic integration? Okay, so first option is customs union, second free trade area, C economic union and D common market. So ഇത് നമ്മുടെ ഇന്റർനാഷണൽ ബിസിനസ് ഏരിയയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ സാർക്കിന്റെ ഫുൾ ഫോം എന്താണ്? സാർക്കിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോഓപ്പറേഷൻ ആണ്. ആൻഡ് ഏഷ്യന്റെ ഫുൾ ഫോം എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. അപ്പം ഇത് ഏത് ലെവൽ ഓഫ് റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷനെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. The answer is free trade area. Okay, free trade area ആ ലെവൽ ഓഫ് റീജിയണൽ എക്കണോമിക് ഇന്റഗ്രേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? സാർക്ക് ആൻഡ് ഏഷ്യൻ. Eighth question is arrange the following institutions as per their year of establishment in ascending order. NAFTA, EU, Asian, UNCTAD. Okay, so then the options ABCD, DACB, BDCA and BCAD. സോ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് NT തന്നിട്ടുള്ള ആൻസർ ഇതിൽ BDC എന്നായിരുന്നു. പക്ഷേ നമുക്ക് കറക്റ്റ് ഓർഡർ വരുമ്പോൾ DCBA എന്നുള്ള ഓപ്ഷനാണ് വരിക. ഓക്കെ, പക്ഷേ ആ ഒരു ഓപ്ഷൻ നമുക്ക് NT ഈ ഒരു ക്വസ്റ്റ്യന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നിങ്ങളിപ്പം എന്തെങ്കിലും ഇതേമാതിരി നിങ്ങൾക്ക് എക്സാം ചെയ്തപ്പോൾ ഇതേമാതിരി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു ആൻസർ ചൂസ് ചെയ്യാം. ഓക്കെ, സോ ആ ഒരു ഓപ്ഷനെ മൊത്തം തെറ്റാണെങ്കിൽ ആ ഒരു ഓപ്ഷനെ നിങ്ങൾക്ക് തന്നിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റിനെ തെറ്റാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ഡ്രോപ്പ് ചെയ്യും. അതിൻ്റെ ഒരു അഡീഷണൽ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നമുക്ക് ഇവിടെ
DCBA ആണ് വരുന്നത്. ദാറ്റ് ഈസ് UNCTAD ആണ് ഫസ്റ്റ് വരുന്നത്. 1964 UNCTAD എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ വന്നിട്ടുള്ളത് 1967 EU വന്നിട്ടുള്ളത് 1993 ആൻഡ് നാഫ്ത വന്നിട്ടുള്ളത് 1994 ഓക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഇന്റർനാഷണൽ ബിസിനസ് ആണെങ്കിലും ഇപ്പൊ ഏതൊരു ബാങ്കിങ് ആ ഒരു റിലേറ്റഡ് ആയിട്ട് ഏതൊരു ഏരിയ ഞാൻ എടുക്കുമ്പോഴും ഞാൻ പറയലുണ്ട്, ഇയേഴ്സും കാര്യങ്ങളും നിങ്ങൾ നല്ലപോലെ പഠിക്കാം. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അധികം കാണാം. അതുപോലെ തന്നെ മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാം. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ കഴിയുന്നതും ഇയർ ബേസ്, അതായത് എസ്റ്റാബ്ലിഷ്മെന്റ് ഇയേഴ്സ് ഉണ്ടാവല്ലോ, ആ കാര്യങ്ങൾ നല്ലപോലെ പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് is or are the part of external environment, that is macro environment of business? Option A, customers. Option B, other options alla. A, customers. B, economic factors. C, natural factors. D, marketing intermediaries. E, competitors. Choose the correct answer from the options given below. Option 1, B and D only. Option 2, B and C only. Option 3, A, B, C and D. Option D, B, C, D and E. ഓക്കെ, സോ നമുക്ക് അറിയാം ബി ആൻഡ് സി ഓൺലി. ഓക്കെ, ലൈക്ക് എക്കണോമിക് ഫാക്ടേഴ്സും അതുപോലെ തന്നെ നാച്ചുറൽ ഫാക്ടേഴ്സ് മാത്രമാണ് മാക്രോ എൻവയറമെന്റിന്റെ അണ്ടറിൽ വരുന്നത്. ബാക്കിയുള്ള 3 കാര്യങ്ങൾ, ദാറ്റ് ഈസ് കസ്റ്റമേഴ്സ്, മാർക്കറ്റിംഗ് ഇന്റർമീഡിയറീസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ് എന്തിന്റെ അണ്ടറിലാണ് വരുന്നത്? മൈക്രോ എൻവയറമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, മൈക്രോ എൻവയറമെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇന്റേണൽ എൻവയറമെന്റുമായിട്ട് നമുക്ക് കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒരു എൻവയറമെന്റ് ആണ്. വേറെ മാക്രോ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ് ആണ്. ഓക്കെ, അത് തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി എക്സ്റ്റേണൽ എൻവയറമെന്റ് എന്ന് തന്നെ പറയും. പക്ഷെ മൈക്രോ എൻവയറമെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്റേണൽ എൻവയറമെന്റ് ആയിട്ട് കൂടി പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോഡ് ഓഫ് കോമ്പിനേഷൻ. ലിസ്റ്റ് എയിൽ വരുന്നത് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, foreign portfolio investment, forward vertical FDA and brownfield investment. List 2 വരുന്നത് direct investment overseas aimed to sell the output of a firm's domestic production process, overseas investment to acquire existing facilities, overseas investment to create new facilities from the ground up, and investment in foreign financial instruments such as foreign stock, government bonds, etc. സോ നമുക്ക് താഴത്തെ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ പറഞ്ഞിട്ടുണ്ടെങ്കിൽ A3, B4, C2 ആൻഡ് D1. ഓപ്ഷൻ ബിയിൽ A1, B2, C3, D4. ഓപ്ഷൻ സിയിൽ A4, B3, C1, D2 ആൻഡ് ഓപ്ഷൻ ഡിയിൽ A3, B4, C1 ആൻഡ് D2. സോ ഇത് നമുക്ക് അറിയാം, ഓൾറെഡി അറിയുന്ന ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് FDA നിങ്ങൾ നല്ലപോലെ എന്താ പറയാ എൻലേൺ അക്കാഡമിയിലുള്ള ക്ലാസ്സസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, ഓരോ യൂണിറ്റ്സിന്റെ ക്ലാസ്സസ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണിത്. കാരണം ഇതിനൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, ദാറ്റ് ഈസ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കറിയാം, പുതിയ കാര്യങ്ങൾ നമ്മൾ സ്ക്രാച്ചിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ബ്രൗൺ ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞാൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സിസ്റ്റിംഗ് ആയ കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അതിൽ നിന്നും തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ പറയുക, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ലൈക്ക് നമുക്ക് എയും ഡിയിലും വരുന്ന ഓപ്ഷൻസും കാര്യങ്ങളും നോക്കിയിട്ട് നമുക്ക് ലിസ്റ്റ് 2 വരുന്ന എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. അതിൽ ഏറ്റവും സിമിലർ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കിയിട്ട് അത് ഓപ്ഷനിൽ ഉണ്ട് നോക്കാം. ജസ്റ്റ് ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് പോവാം.
സോ അതാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടി എളുപ്പത്തിലും വേഗത്തിലും മാച്ച് ദി ഫോളോയിങ് പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ ഗ്രീൻഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവർസീസ് ഇൻവെസ്റ്റ്മെന്റ് ടു ക്രിയേറ്റ് ന്യൂ ഫെസിലിറ്റീസ് ഫ്രം ദ ഗ്രൗണ്ട് അപ്പ്. ഓക്കെ, ഗ്രൗണ്ട് അപ്പിൽ നിന്നും ന്യൂ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യുക, അതായത് നമ്മൾ സ്ക്രാച്ചിൽ നിന്നും പുതിയ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്താം. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ, ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ മേലെയാണ് FPI ഇൻവെസ്റ്റ്മെന്റ്സും കാര്യങ്ങളും ഉണ്ടാവുക. ഓക്കെ, സോ ആ കാര്യങ്ങളാണ് FPI വരുന്നത്. ഫോർവേഡ് വെർട്ടിക്കൽ FDI പറഞ്ഞാൽ എന്താണ്? ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഓവർസീസ് എയിംഡ് ടു സെൽ ദി ഔട്ട്പുട്ട്സ് ഓഫ് എ ഫേംസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രോസസ്. വേറസ് ബ്രൗൺഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് എക്വയർ വേണ്ടിയിട്ട്. ഓക്കെ, ഇൻ ഓർഡർ ടു എക്വയർ എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് നമ്മൾ അവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. ഓക്കെ, next question is, which one of the following is not a category under BOP? Okay, BOP അണ്ടറിൽ വരാത്ത ഏതാണ് കാറ്റഗറി വരുന്നത്? ഓക്കെ, കറണ്ട് അക്കൗണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്, ഡ്രോയിങ്സ് അക്കൗണ്ട് ആൻഡ് ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട്. സോ നിങ്ങൾ ഇപ്പോഴത്തേക്ക് തന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മുടെ ക്ലാസ്സസും കാര്യങ്ങളും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പോർഷൻസ് ഒക്കെ നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. ഈ PYQs ഒക്കെ നിങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യാം. ഓക്കെ, PYQs റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാം UGC നെറ്റ് എക്സാമിൽ. അതുപോലെ തന്നെ നിങ്ങൾ Enlearn അക്കാഡമീൻ്റെ ക്ലാസ്സസ് ഓൾറെഡി കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിലെ Enlearn അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് UGC നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം ഈ ഒരു പോർഷൻസിനൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ട്, ഓരോ യൂണിറ്റിൽ ഓരോ ടോപ്പിക്കിനെ പറ്റി തന്നെ നമ്മൾ ഭയങ്കരമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, ഇൻഡെപ്ത് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ PYQസും കാര്യങ്ങളും നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓക്കെ, സോ നമ്മൾ BOP അണ്ടറിൽ വരുന്ന കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും ഒഫീഷ്യൽ റിസർവ് അക്കൗണ്ട് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് അക്കൗണ്ട് BOP അണ്ടറിൽ വരുന്നതല്ല. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ബിസിനസ് എൻവയറൺമെന്റ് ആൻഡ് ഇന്റർനാഷണൽ ബിസിനസ്സിൽ വരുന്ന പോർഷൻസ്. ഒക്കെ നമ്മുടെ ഡിസംബർ 2025 നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ള ഫസ്റ്റ് യൂണിറ്റിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. 11 നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യൂണിറ്റ് 2 ആയിട്ടുള്ള അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിൽ നിന്ന് വന്നിട്ടുള്ള ഡിസംബർ 2025 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോ 12th question is, A, B and C were partners in a firm sharing profits and losses in the ratio of 4:3:2. A died on September 15, 2025. At that time, the capitals of B and C after all adjustments were rupees 3,56,000 and 2,44,000 respectively. B and C decided to adjust their capitals according to the new profit sharing ratio by opening current accounts. The new capital of B is option A 1,33,333, option B 2 lakh, option C 2,40,000 and option D 3,60,000. സോ നമുക്ക് എന്താ പറയുക, ഈ ഒരു നമ്മുടെ ഈ ഒരു അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിൽ നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നത് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് ഇത്തിരി കൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ കാണാൻ സാധിക്കുക. ബാക്കി അധികം നമുക്ക് തിയറി കാണാൻ സാധിക്കും, പക്ഷെ എന്നാലും ഈ ഒരു പോർഷനിൽ ഇത്തിരി കൂടി നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കാം. ഓക്കെ, ഓക്കെ, സോ ദ ആൻസർ ഈസ് 3,60,000. ഓക്കെ, സോ അതെങ്ങനെ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള റേഷ്യോ 4:3:2 ആണ്. ഓക്കെ, പാർട്ട്ണർ A മരിച്ചു എന്ന് പറയുന്നുണ്ട്, ഡൈ ആയിട്ടുണ്ട്. ഓക്കെ, ഡെത്ത് സംഭവിച്ചിട്ടുണ്ട് എക്ക്, പാർട്ട്ണർ Aക്ക്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ വേറെ അഡ്ജസ്റ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുതിയ റേഷ്യോ 3:2 ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, B ആൻഡ് Cന്റെ പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:2 ആണ്. ഓക്കെ, ബിന്റെ ക്യാപിറ്റൽ 3,56,000 ആണ്, വേറാസ് സിന്റെ ക്യാപിറ്റൽ 2,44,000 ആണ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 lakh rupees കിട്ടും, റൈറ്റ്? ആൻഡ് നമുക്ക് ഇവിടെ ബിന്റെ പുതിയ ക്യാപിറ്റൽ ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ബിന്റെ പുതിയ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ 6 lakh. ഓക്കെ, 6 lakh ഇതിന്റെ ടോട്ടൽ കണ്ടുപിടിച്ചല്ലോ, അതിന്റെ 3/5 കണ്ടുപിടിക്കാം. ഓക്കെ, അതിന്റെ 3/5 ചെയ്യുമ്പോൾ എത്ര കിട്ടാം?
അതിന് 3/5 ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഒരു 3,60,000 കിട്ടുക. ഓക്കെ, സോ ആ ഒരു എമൗണ്ട് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 6 ലാഖിന്റെ 3/5 ചെയ്യുക, അതായത് 3/5 എങ്ങനെ ചെയ്യാം, 3:2 ആണ് നമുക്ക് ബി ആൻഡ് സിന്റെ പുതിയ ഷെയർ. ഓക്കെ, പുതിയ റേഷ്യോ 3:2 ആണ്. സോ 3/3+5. ഓക്കെ, 3+2 ദാറ്റ് ഇസ് 5. ഓക്കെ, അതാണ് 3/5 ആയിരിക്കും ബിന്റെ റേഷ്യോ വരിക. അതും ഈ ടോട്ടൽ ക്യാപിറ്റൽ ദാറ്റ് 6 ലാഖ് കൂടി ഇൻറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ, അത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് 3,60,000. ഓക്കെ, സോ ഇവിടെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3,60,000 ആണ്. ഇവിടെ നമുക്ക് ഫെർദർ ആയിട്ട് വേറൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല, കാരണം നമുക്ക് ഇവിടെ വേറെ ഇൻഫർമേഷൻസ് ഒന്നും തരാതെ കൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ പുതിയ റേഷ്യോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ഈ ഒരു ടോട്ടൽ ക്യാപിറ്റലിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ആൻസർ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, next question is, the break-even point expressed in amount of sales in rupees of X Limited having selling price of rupees 20 per unit, variable cost of rupees 14 per unit and fixed cost of rupees 7,92,000 is option A 11,28,571, option B 1,32,000, option C 39,600 and option D 26,40,000. സോ ഇതൊക്കെ നമുക്ക് ഇത്തിരി കൂടി ടൈം എടുത്ത് ചെയ്യാനുള്ളതാണ്, കാരണം നമുക്കിവിടെ ഒരു പ്രാക്ടിക്കൽ ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. മാത്തമാറ്റിക്കലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിക്കേണ്ട ആൻസേഴ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കാം. ഇതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക, നമുക്ക് അധികം കാണാൻ സാധിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി കമ്പാരിറ്റീവ്ലി ഇത്തിരി കൂടി എളുപ്പമായിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, സോ ദ ആൻസർ ഈസ് 26,40,000. ഇതെങ്ങനെ ആൻസർ കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇവിടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ rupees 20 per unit ആണ് തന്നിട്ടുള്ളത്, റൈറ്റ്. വേരിയബിൾ കോസ്റ്റ് rupees 14 per unit, ഫിക്സഡ് കോസ്റ്റ് 7,92,000. ഓക്കെ, സോ ഇവിടെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കോൺട്രിബ്യൂഷൻ പറഞ്ഞത്, സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണല്ലോ. ഓക്കെ, സോ 20 - 14 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 6 കിട്ടും. ഓക്കെ, ആൻഡ് നമുക്ക് ഇവിടെ നമ്മൾ ബ്രേക്ക് ഇവൻ സെയിൽസിനെ പറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക് ഇവൻ സെയിൽസിന്റെ ഇക്വേഷൻ എന്താണ്, അതായത് ബ്രേക്ക് ഇവൻ പോയിന്റ് ഇൻ സെയിൽസ് ആണ്. ഓക്കെ, ഇൻ സെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അതാണ് ബ്രേക്ക് ഇവൻ സെയിൽസ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് അതിന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ പി വി റേഷ്യോ. ഓക്കെ, പി വി റേഷ്യോ ആയിട്ട് ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഈ ഒരു ബ്രേക്ക് ഇവൻ പോയിന്റിന്റെ സെയിൽസിന്റെ എമൗണ്ട്. ഓക്കെ, സോ നമുക്ക് കോൺട്രിബ്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചു, ദാറ്റ് ഇസ് 6 rupees. കോൺട്രിബ്യൂഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് പി വി റേഷ്യോ കണ്ടുപിടിക്കാറുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ സെല്ലിംഗ് പ്രൈസ് ഇൻറ്റു 100 ചെയ്തതിന് നമുക്ക് പി വി റേഷ്യോ കിട്ടും, റൈറ്റ്. സോ 6/20 × 100 ചെയ്യാം. ഓക്കെ, സോ നമുക്ക് അവിടെ 30% അല്ലെങ്കിൽ 0.30 എന്നുള്ളൊരു എമൗണ്ട് കിട്ടും. ആൻഡ് ഈ ഒരു ഫിക്സഡ് കോസ്റ്റ്, ഓക്കെ, 7,92,000 ഡിവൈഡ് ബൈ 0.30 ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 26,40,000 എന്നുള്ള ആൻസറും കിട്ടും. ഓക്കെ, next question is, which of the following statements is incorrect for amalgamation in the nature of merger? Option A, all assets and liabilities of the transferor company taken over by the transferee company. Option B, shareholders of the transferor company need not become equity shareholders of the transferee company. Option C, payment of purchase consideration is made in cash only for fractional shares, if any. And option D, the business of transferor company is intended to be carried on after amalgamation by the transferee company. ഓക്കെ, സോ നമുക്ക് ലിമിറ്റഡ് ടൈം ആയിക്കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു തിയറി പോർഷൻസ് വേഗം ഇതാക്കാൻ കേട്ടോ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ദാറ്റ് ഇസ് ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി നീഡ് നോട്ട് ബിക്കം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, അത് ഇൻകറക്റ്റ് ആണ്. ലൈക്ക് നമ്മുടെ അമൽഗമേഷന്റെ ടൈമിൽ ഇൻ ദ നേച്ചർ ഓഫ് മേർജർ ആണെങ്കിൽ അവിടെ വരുന്ന ഒരു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറർ കമ്പനി നീഡ് നോട്ട് ബിക്കം ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ദ ട്രാൻസ്ഫറി കമ്പനി. ഓക്കെ, then question 15 is, arrange the following in the correct sequence in which they are computed for determining net cash from operating activities as per AS3. Okay,
So option A അല്ല എയിൽ വരുന്നത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്, cash flow before extraordinary items, cash generated from operations, net profit before taxation and extraordinary items. Choose the correct answer. First option ABCD, second option DBAC, option 3 CDBA, and option 4 DACB. Enlearn അക്കാഡമിയിലെ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ കാരണം നമ്മൾ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, ഫൈനാൻസിങ് ആക്ടിവിറ്റീസ്, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് Enlearn അക്കാഡമിയിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഇത്തിരി കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ പഠിക്കാൻ എന്താ പറയുക അറ്റൻഡ് ചെയ്യാൻ പറ്റും. So the answer is DACB. Okay, first net profit before taxation and extraordinary items ആണ് വരിക. പിന്നെ operating profit before working capital changes, then cash generated from operations, then cash flow before extraordinary items ആണ് വരിക. Okay, next question is match list 1 with list 2. List 1 is making provisions for bad and doubtful debts and for discount of debtors. B, expenses should be recognized in the period in which associated revenue is recognized. C, assets are not shown at their current realizable value. D, internally generated goodwill is not recorded in the books of account. List 2. 1, cost concept. 2, going concern. 3, matching concept. And 4, conservatism. Choose the correct answer from the options given below. Option 1, A1, B2, C3 and D4. 2, A4, B3, C2 and D1. 3, A4, B2, C3, D1. And 4, A2, B1, C4 and D3. നമ്മളെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആൻഡ് കൺവെൻഷൻസിൽ വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, so the answer is option 2, that is A4, B3, C2 and D1. അതായത് മേക്കിംഗ് പ്രൊവിഷൻസ് ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ആൻഡ് ഫോർ ഡിസ്കൗണ്ട് ഓൺ ഡെറ്റേഴ്സ് വരുന്നത് കൺസർവേറ്റിസത്തിന്റെ അണ്ടറിലാണ്. ഓക്കെ, കൺസർവേറ്റിസത്തിന്റെ വേറെ പേരെന്താണ്? പ്രൂഡൻസ്. ഓക്കെ, പിന്നെ ബിയിൽ വരുന്നത് എക്സ്പെൻസസ് ഷുഡ് ബി റെക്കഗ്നൈസ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് അസോസിയേറ്റഡ് റവന്യൂ ഇസ് റെക്കഗ്നൈസ്. സോ നമുക്കറിയാം എന്താണ് അത് മാച്ചിങ് കോൺസെപ്റ്റ് ആണ് ഇതാവുന്നത്, മാച്ച് ആവുന്നത്. Assets are not shown at the current realizable value. അത് കോസ്റ്റ് അത് വരുന്നത് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിലാണ്. ഓക്കെ, ആൻഡ് ഇന്റേർണലി ജനറേറ്റഡ് ഗുഡ് വിൽ ഈസ് നോട്ട് റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് കോസ്റ്റ് കോൺസെപ്റ്റിലാണ് വരാം. ഓക്കെ, question 17, match list 1 with list 2. List 1 int AS7, B int AS24, C int AS36, D int AS110. List 2, 1, impairment of assets. 2, related parties disclosures. 3, consolidated financial statements. 4, statement of cash flows. Choose the correct answer from the options given below. 1, A1, B2, C3, D4. 2, A4, B2, C1, D3. 3, A3, B4, C1, D2. And 4, A4, B3, C2 and D1. The answer is option 2, that is A4, B2, C1 and D3. അതിൽ A4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇൻഡ് AS7 ആണ്. അത് നേരെ കാണിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ക്യാഷ് ഫ്ലോസ് ആണ്. AS24 is related to related party disclosures. AS36 is related to impairment of assets, and AS110 is related to consolidated financial statements. Okay, so our consolidated financial statement in a cash flow ഇൻഡ്. ഓക്കെ, ഇൻഡ് AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നിങ്ങൾ പഠിച്ചു വെക്കാം. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എത്ര അതിന് കോഡ് വരുന്നത് പഠിച്ചു വെക്കാം. കാരണം അത്
ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മൊത്തം നിങ്ങൾ പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 ഹ്യൂമൻ റിസോഴ്സ് വാല്യുവേഷൻ അപ്രോച്ചസ് ആണ് വരുന്നത്. അതിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച്, സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്രോച്ച് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ. ലിസ്റ്റ് 2 പ്രൊപ്പൗണ്ടേഴ്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ ഈസ് ബ്രൊമറ്റ്, ഫ്ലാംഹോൾസ് ആൻഡ് പ്ലൈ. 2 Hekimian and Jones. 3 David Watson. And 4 Lev Schwartz. Choose the correct answer from the options given below. 1 A1, B2, C3 and D4. 2 A2, B1, C4 and D3. 3 A3, B4, C1 and D2. 4 A4, B3, C1 and D2. Okay, so the answer is option 1. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് അപ്രോച്ച് കൊണ്ടുവന്നിട്ടുള്ളത് ബ്രൊമറ്റ്, ഫ്ലാംഹോൾസ് ആൻഡ് പ്ലൈ ആണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അപ്രോച്ച് ഹെക്കീമിയൻ ആൻഡ് ജോൺസ് ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് അപ്രോച്ച് ഡേവിഡ് വാട്സൺ ആൻഡ് പ്രസന്റ് വാല്യൂ ഫ്യൂച്ചർ ഏർണിംഗ് മോഡൽ കൊണ്ടുവന്നുള്ളത് ലവ് ആൻഡ് ഷ്വാർട്സ് ആണ്. ഓക്കെ, 19th question. Which of the following statements are incorrect? A. Management audit is not compulsory under any law. B. Vouching is concerned only with items of balance sheet. C. Section 148 of the Companies Act 2013 has made cost audit mandatory for some limited companies. D. The object of vouching is to satisfy the auditor as to existence, ownership, possession, completeness, valuation, and disclosure of items mentioned in the balance sheet. E. Independent financial audit has been made compulsory for many entities established under respective acts. Choose the correct answer from the options given below. 1 B, C, E. 2 A, B and C. 3 B and D. And 4 A, C and D. A, C and E. Okay. Okay, so the answer is B and D. Okay, incorrect ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ വൗച്ചിങ് ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് മാത്രമല്ല അവിടെ നോക്കുന്നത്. നമ്മുടെ P&L വരുന്ന ഐറ്റംസും കാര്യങ്ങളും എല്ലാം നോക്കുന്നുണ്ട്. വൗച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനീന്റെ എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, സോ വൗച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഇറ്റ് ഈസ് കൺസേൺഡ് ഓൺലി വിത്ത് ഐറ്റംസ് ഓഫ് ബാലൻസ് ഷീറ്റ് അല്ല വരുന്നത്. ഓക്കെ, and option D, and that is the object of vouching is to satisfy the auditor as to existence, ownership, possession, completeness, valuation and disclosure of items mentioned in balance sheet. നമ്മൾ പറഞ്ഞിട്ട് ബാലൻസ് ഷീറ്റിലെ കാര്യം മാത്രമല്ല അവിടെ നോക്കുന്നത്, ബാക്കിയുള്ള കാര്യങ്ങളും നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, സോ ബാലൻസ് ഷീറ്റിലെ ഐറ്റംസ് മാത്രം കൺസേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിൽ മെൻഷൻ ചെയ്യുന്ന കാര്യങ്ങൾ എക്സിസ്റ്റൻസ്, ഓണർഷിപ്പ്, പൊസഷൻ, കംപ്ലീറ്റ്നെസ്, വാല്യൂഷൻ, ഡിസ്ക്ലോഷർ മാത്രമല്ല അവിടെ നോക്കുന്നത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ആ രണ്ട് സ്റ്റേറ്റ്മെന്റ്സും എന്താണ്, ഇൻകറക്റ്റ് ആണ്. 20th question is, given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion: minority interest is that part of the net assets of a subsidiary attributable to interest which is held by outsiders. Reason: minority interest should be presented in the consolidated balance sheet as a part of equity of the parent's shareholders. Choose the correct answer. Both A and R are correct, and R is the correct explanation of A. Both A and R are correct, but R is not correct explanation of A. A is correct, but R is not correct. A is not correct, but R is correct. So answers അറിയെങ്കിൽ just chat box ൽ ഒന്ന് ഇടാം. Okay.
Okay, so the answer is A is correct, but R is not correct. Okay, so minority interest എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെറ്റ് അസെറ്റ്സ് ഉണ്ടാവല്ലോ, സബ്സിഡിയറി നെറ്റ് അസെറ്റ്സിന്റെ പാർട്ടാണ് വിച്ച് ഇസ് ആട്രിബ്യൂട്ടബിൾ ടു ഇൻട്രസ്റ്റ് വിച്ച് ഇസ് ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്. ഓക്കെ, പക്ഷേ അതിന്റെ റീസൺ എന്താണ്? റീസൺ ആയിട്ട് ഇവിടെ കൊടുത്തിട്ട് എന്താണ്? ബിക്കോസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് ഷുഡ് ബി പ്രസന്റ് ഇൻ ദ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ആസ് എ പാർട്ട് ഓഫ് ഇക്വിറ്റി ഓഫ് ദ പാരന്റ്സ് ഷെയർ ഹോൾഡേഴ്സ്. അത് റോങ് ആണ്. ഓക്കെ, അത് കറക്റ്റ് റീസണിങ് അല്ല. Okay, next question is, which of the following types of audit reports is issued when the auditor concludes that the financial statements are prepared in all material respects in accordance with the applicable financial reporting frameworks? Option A, audit report with an emphasis of matter paragraph. B, qualified report. C, disclaimer of opinion report. And D, unmodified opinion report. So ഇതിന്റെ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺമോഡിഫൈഡ് ഒപ്പീനിയൻ റിപ്പോർട്ടാണ്. അൺമോഡിഫൈഡ് ഒപ്പീനിയൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആയിട്ടുള്ള റിപ്പോർട്ടാണ്. ഓക്കെ, ബെസ്റ്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ട് ആയിട്ടാണ് എന്തിനറിയപ്പെടുന്നത്? അൺമോഡിഫൈഡ് ഒപ്പീനിയൻ റിപ്പോർട്ടായിട്ട്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ടൈപ്സ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ഇസ് ഇഷ്യൂഡ് വെൻ ദ ഓഡിറ്റർ കൺക്ലൂഡ്സ് ദാറ്റ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഓൾ മെറ്റീരിയൽ റെസ്പെക്ട്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ആപ്ലിക്കബിൾ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക്. ഓക്കെ, സോ അവിടെ ഓഡിറ്റർ കൺക്ലൂഡ് ചെയ്യാണ് ചെയ്യുന്നത്. ലൈക്ക് നമ്മൾ ഈ കമ്പനി പ്രിപ്പയർ ചെയ്ത ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റെസ്പെക്റ്റിലും എല്ലാ മാനറിലും പെർഫെക്റ്റ് ആണെന്നുള്ളത്. ഓക്കെ, സോ ക്ലീൻ ആണെന്നുള്ളത്. സോ അതുകൊണ്ടാണ് അൺമോഡിഫൈഡ് ഒപ്പീനിയൻ റിപ്പോർട്ട് ആയിട്ട് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, ഏറ്റവും ബെസ്റ്റ് ടൈപ്പ് ഓഫ് റിപ്പോർട്ടാണ് ആൻഡ് ഇറ്റ് ഈസ് ദ ക്ലീൻ ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഇത്രത്തോളമായിരുന്നു നമുക്ക് ഈ 2025 ഡിസംബറിൽ അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റിംഗിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് എക്കണോമിക്സിന്റെ പോർഷൻ ആയിരിക്കും. ഓക്കെ, സോ ബിസിനസ് എക്കണോമിക്സിൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, if demand equation is given by D is equal to 10,000 minus P and the supply equation is given by S is equal to 1,000 plus 4P, the equilibrium price would be A 1,600, B 1,800, C 1,700 and D 2,000. ഇത് ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, ഡിമാൻഡ് ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000 മൈനസ് പി ആണ് തന്നിട്ടുണ്ട്. സപ്ലൈ ഇക്വേഷൻ എസ് ഇസിക്കൽ ടു 1,000 പ്ലസ് 4P എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനത്തെ കേസിലാകുമ്പോൾ ഇക്വിലിബ്രിയം പ്രൈസ് എത്ര ആയിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. 1,800 ആണ്, റൈറ്റ്? സോ ഇക്വിലിബ്രിയം സ്റ്റേജിൽ ഡിമാൻഡ് ഇസിക്കൽ ടു സപ്ലൈ ആണ്. ഓക്കെ, സോ അങ്ങനത്തെ കേസിൽ 10,000 മൈനസ് പി ഇസിക്കൽ ടു 1,000 പ്ലസ് 4P ആണ്. സോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ പിനെ റൈറ്റ് സൈഡിലേക്കും 1,000 ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണെങ്കിൽ 9,000 ഇസിക്കൽ ടു 5P എന്ന് കിട്ടും. P ഇസിക്കൽ ടു 9,000 by 5, ദാറ്റ് ഈസ് 1,800 എന്നുള്ള ആൻസർ നമുക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഐഡന്റിഫൈ ദി കറക്റ്റ് ഇക്വേഷൻ ഓഫ് കോപ്പ് ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് കോപ്പ് ഡഗ്ലസിന്റെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഞാൻ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് മിസ്റ്റേക്ക് വരുന്ന ഒരു ഏരിയ കൂടിയാണിത്. ഓക്കെ, സോ നിങ്ങളിത് മറക്കാതെ പഠിച്ചു വെക്കണം എന്നുള്ളത് ഞാൻ ഓൾറെഡി ക്ലാസ്സിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ ഓപ്ഷൻ എന്താണ്? ക്യൂ ഇസിക്കൽ ടു എ പ്ലസ് എൽ റേസ് ടു എ ഇൻറ്റു കെ റേസ് ടു ബീറ്റ. ബി ഇസിക്കൽ ടു ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ഇസിക്കൽ ടു എ ഇൻറ്റു എൽ ആൽഫ കെ ബീറ്റ. സി ക്യൂ ഇസിക്കൽ ടു എ ഡിവൈഡ് ബൈ എൽ ആൽഫ കെ ബീറ്റ.
ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ ഈസ് ഇക്വൽ ടു എ മൈനസ് എൽ ആൽഫ കെ ബീറ്റ. സോ അതിന് മുന്നേ ഈ എൽ ആൻഡ് കെ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കൂടിയും ഒന്ന് ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് ഇടാം. ഓക്കെ, എൽ ആൻഡ് കെ. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ക്യൂ ഇസ് ഇക്വൽ ടു എ. ഇതിൽ നമുക്ക് ഓപ്ഷൻസിൽ തന്നെയുള്ള പ്ലസ് ഇൻറ്റു ഡിവൈഡഡ് ആൻഡ് മൈനസ് ആണ്. എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ പറഞ്ഞിട്ടുണ്ട്. അതിൽ എല്ലും കെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ കോൺസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് ഇടാട്ടോ. ഓക്കെ, സോ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്രസെന്റ് ചെയ്യുന്ന ലേബർ ആണ്. കെ റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ആണ്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പഠിപ്പിക്കുമ്പോൾ ഈ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന് വേറൊരു പേര് കൂടിയുണ്ട്. എന്താണ്? മൾട്ടിപ്ലിക്കേറ്റീവ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഇക്വേഷനിൽ വരുമ്പോൾ മൊത്തം മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും അവിടെ വരാം. സോ നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് ക്യൂ ഇസിക്കൽ ടു എ ഇൻറ്റു എൽ റേസ് ടു ആൽഫ കെ റേസ് ടു ബീറ്റ എന്നുള്ള ആൻസർ ആണ് വരാം. ഓക്കെ, സോ ഇവിടെ മൾട്ടിപ്ലിക്കേറ്റീവ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് കോപ്ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ അതിന് വരുള്ളൂ. ഓക്കെ, next question is, suppose a production function is given as q is equal to minus L cube plus 5L square plus 10L. Which law of production is revealed by this production function? A. Law of diminishing return. B. Law of increasing return. C. Law of constant return. And D. Law of returns to scale. ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ ഓഫ് ഡിമിനിഷിങ് റിട്ടേൺസ് ആണ്. ഓക്കെ, സോ അവിടെ ലീഡിംഗ് ടേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് എൽ ആണല്ലോ. സോ അതുകൊണ്ടാണ് അതിനെ ഡിമിനിഷിങ് റിട്ടേൺ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, then 25th question is, what will be the value of AR, that is average revenue, if elasticity of demand is unit elastic and the value is of MR is 5? സോ എൻലേൺ അക്കാഡമിയിലെ സ്റ്റുഡൻസിന് ഈ ഒരു ആൻസർ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വേഗം ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ MR AR EDൻ്റെ ഒക്കെ ഇക്വേഷൻസ് നമ്മൾ ഈ ഒരു ബിസിനസ് എക്കണോമിക്സ് പഠിപ്പിക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 4-5 ഇക്വേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. Okay, so the answer is 2.5. Okay. Next question is, which of the following is not valid for ordinary school of consumer preferences? Option A, consumer preferences can be plotted on an indifference curve. B, ranking of utility is important. C, magnitude of utility is important. D, utility is not additive. Okay, so the answer is magnitude of utility is important. Okay, ഇത് ഒരു വാലിഡ് ആയിട്ടുള്ള
കാര്യമല്ല. ഓക്കെ. നമുക്ക് ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് വാലിഡ് ഫോർ ഓർഡിനറി സ്കൂൾ ഓഫ് കൺസ്യൂമർ പ്രിഫറൻസസ്, റൈറ്റ്? സോ ഇവിടെ യൂട്ടിലിറ്റി, മാഗ്നിറ്റ്യൂഡ് ഓഫ് യൂട്ടിലിറ്റി ഇമ്പോർട്ടൻ്റ് അല്ല. കാരണം യൂട്ടിലിറ്റി നമ്മളിവിടെ റാങ്കിങ് മാത്രമാണ് നോക്കുന്നത്. അതിന്റെ മാഗ്നിറ്റ്യൂഡ്, അതിന്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ നോക്കുന്നില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ഓൺ ദ ബേസിസ് ഓഫ് നമ്പേഴ്സ് ഓഫ് സെല്ലേഴ്സ് ഇൻ ദ മാർക്കറ്റ്. ഓക്കെ, ഡിസെൻഡിങ് ഓർഡറിലാണ്, അസെൻഡിങ് ഓർഡറിലല്ല, ഡിസെൻഡിങ് ഓർഡറിലാണ്. ഓക്കെ. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തെറ്റ് വരുത്തുന്ന പോയിന്റ് കൂടിയാണിത്. ഓക്കെ, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എന്നുള്ള ഭാഗം നിങ്ങൾ വിട്ടിട്ട് നിങ്ങൾ അധികം അസെൻഡിങ് തന്നെയാണെന്ന് വിചാരിച്ചിട്ട് അസെൻഡിങ് ഓർഡറിൽ കൊടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഡിസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. സോ ഓപ്ഷൻ സോ എയിൽ വരുന്നത് ഡുവോപ്പൊളി, ഒലിഗോപ്പൊളി, monopolistic competition, perfect competition. Choose the correct answer from the options given below. 1. DCBA, 2. BACD, 3. ABCD, and 4. BDAC. ഓക്കെ, ഡിസെൻഡിങ് ഓർഡർ ആണെന്നുള്ളത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് അസെൻഡിങ് ഓർഡറിനും ഡിസെൻഡിങ് ഓർഡറിനും ക്വസ്റ്റ്യനിൽ കാണിക്കും. പക്ഷെ നിങ്ങൾ അധികം തെറ്റ് പറ്റിക്കുന്ന ഒരു ഏരിയ ആണിത്. സോ അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് തന്നെ നല്ല വൃത്തിയിൽ ക്വസ്റ്റ്യൻ ഒരു 2-3 പ്രാവശ്യം വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആൻസർ ചെയ്താൽ മതി. 2-3 പ്രാവശ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാൻ നോക്കാം. ഓക്കെ. സോ ആൻസർ ഈസ് DCBA. ഓക്കെ, DCBA ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒരുപാട് ആൾക്ക് സെല്ലേഴ്സ് ഉണ്ടാവും. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ഫ്യൂ സെല്ലേഴ്സ് ആയിരിക്കും ഇൻ കമ്പയർ ടു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പിന്നെ ഒളിഗോപ്പൊളി ആൻഡ് ഡുവോപ്പൊളി. ഓക്കെ. Then next question is which of the following are the properties of indifference curve? Okay. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുത്തിയിട്ടുള്ള 2025 ഡിസംബർ സെഷനിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, ഇൻഡിഫറൻസ് കർവിന്റെ പ്രോപ്പർട്ടീസ്. Indifference curve slopes downwards to right. Indifference curve is concave to origin. It is convex to origin. Indifference curves cannot intersect each other but can be tangent to each other. High indifference curve represents higher level of satisfaction. Choose the correct answer from the options given below. 1. A, B, D, and E. 2. A, C, D, and E. 3. A, C, and E. 4. A, B, C, and D. ഇതിൽ ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ആണ് ചോദിക്കുന്നത്, ഏതൊക്കെ പ്രോപ്പർട്ടീസ് എല്ലാം എന്നല്ല, ഏതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ. ഓക്കെ, സോ ദ ആൻസർ ഈസ് ACE. ഓക്കെ, സോ നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് പറഞ്ഞിട്ട് കോൺവെക്സ് ടു ദ ഒറിജിൻ ആണ്. ഓക്കെ, ഇൻവേഴ്സ് ആയിട്ട് ബൾജിൻ ആയിട്ടുള്ളൊരു കർവ് ആയിട്ടാണ് എന്ത് ഇൻഡിഫറൻസ് കർവ് വരുന്നത്. ഡൗൺവേർഡ് ആയിട്ടാണ് സ്ലോപ്പ് ചെയ്യുന്നത്. റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക്, ലൈക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്കാണ്, ഡൗൺവേർഡ് ആയിട്ട് റൈറ്റിലേക്കാണ് അത് സ്ലോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഹൈ ഇൻഡിഫറൻസ് കർവ് എന്താ റെപ്രസെന്റ് ചെയ്യുന്നത്? ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ഇതിൽ തെറ്റായ 2 കാര്യങ്ങൾ എന്താണ്? കോൺകേവ് ആണെന്നുള്ള കാര്യം. ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും കോൺകേവ് അല്ല. കാരണം എന്താണ്? അത് ഔട്ട്വേർഡ് ബൾജിങ് അല്ല. ഓക്കെ. പിന്നെ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റർസെക്ട് ചെയ്യില്ല. ഓക്കെ, ഇറ്റ് കനോട്ട് ഇന്റർസെക്ട് ഈച്ച് അതർ. അത് കറക്റ്റ് ആണ്, അതുവരെ കറക്റ്റ് ആണ്. ബട്ട് ക്യാൻ ബി ടാൻജന്റ് ടു ഈച്ച് അതർ. ടാൻജന്റ് ആവില്ലല്ലോ, ഇന്റർസെക്ട് ആവില്ല എന്നുള്ള ആ ഒരു പോർഷൻ കറക്റ്റ് ആണ്. പക്ഷെ ഇറ്റ് ക്യാൻ ബി ടാൻജന്റ് ടു ഈച്ച് അതർ എന്നുള്ള ഒരു പോർഷൻ കൊണ്ട് ആ ഒരു ഹോൾ സെന്റൻസ്, ആ ഒരു ഹോൾ ഓപ്ഷൻ തെറ്റാവാണ് ചെയ്യുന്നത്. ഓക്കെ. കഴിഞ്ഞ പ്രാവശ്യം എന്താ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെത് ആൾക്കാർ ഇന്റർസെക്ട് ടു ഈച്ച് അതർ ആണ് എന്നുള്ള ഒരു ഓപ്ഷൻ വായിച്ചിട്ട് കറക്റ്റ് ആക്കിയിട്ട് എഴുതി. മറ്റ് ഭാഗങ്ങൾ തീരെ നോക്കിയില്ല. സോ ആൾക്കാർ അധികം AC, D and E എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു, ഓപ്ഷൻ 2 സെലക്ട് ചെയ്തു. പക്ഷെ അത് തെറ്റായിരുന്നു. AC and E എന്നുള്ള ഓപ്ഷനാണ് കറക്റ്റ്. ഓക്കെ. 29th question. Match list 1 with list 2. ലിസ്റ്റ് 1 തിയറീസ് ഓഫ് പ്രോഫിറ്റും ലിസ്റ്റ് 2 പ്രൊപ്പൗണ്ടേഴ്സ് ആണ് വരുന്നത്. A. റിസ്ക് തിയറി ഓഫ് പ്രോഫിറ്റ്, ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ്, ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് ആൻഡ് പ്രോഫിറ്റ് ആസ് റെന്റ് ഓഫ് എബിലിറ്റി. ലിസ്റ്റ് 2 പ്രൊപ്പൗണ്ടേഴ്സിൽ വരുന്നത് ജോസഫ് A. ഷംപിറ്റർ, F. Walker, F.B. Hawley, and J.V. Clark. Choose the correct answer from the options given below. 1. A3, B2, C1, D4. 2. A3, B4, C1, D2. 3. A2, B3, C1, D4. 4. A4, B2, C1, D3. ഇതും ഞാൻ ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള പോർഷനിൽ ലാസ്റ്റിലേക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുള്ളൊരു പോർഷനാണ്. നമ്മുടെ സിലബസിൽ ഇല്ലാത്തൊരു പോർഷനാണ്. പക്ഷേ ഇത് ലാസ്റ്റിലേക്ക് ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബിസിനസ് എക്കണോമിക്സ് പോർഷന് കണ്ട ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാവുന്നതാണ്.
So the answer is option 2, A3, B4, C1 and D2. അതായത് റിസ്ക് തിയറി ഓഫ് പ്രോഫിറ്റ് ആരെ കൊണ്ടുവന്നിട്ടുള്ളത് FB ഹോളിയാണ്. ഡൈനാമിക് തിയറി ഓഫ് പ്രോഫിറ്റ് കൊണ്ടുവന്നിട്ടുള്ളത് JB ക്ലാർക്കാണ്. ഇന്നോവേഷൻ തിയറി ഓഫ് പ്രോഫിറ്റ് ജോസഫ് A ഷോംപീറ്റർ. പ്രോഫിറ്റ് ആസ് ട്രെൻഡ് ഓഫ് എബിലിറ്റി FA വോക്കർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ജസ്റ്റ് ഇത് നോട്ട് ഡൗൺ ചെയ്യാൻ അറിയാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ എൻലേൺ അക്കാഡമിയിൽ ഇല്ലാത്ത സ്റ്റുഡൻസോ അല്ലെങ്കിൽ പുറമേയുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് നോക്കി വെക്കുക, ഒന്ന് എഴുതി വെക്കാം കാര്യങ്ങൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ടാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, നോട്ട് ചെയ്ത് വെക്കുക എവിടെയെങ്കിലും. ഓക്കെ, ഇത്രത്തോളമാണ് നമ്മുടെ ഈ ഒരു, അതായത് നമുക്ക് കഴിഞ്ഞ വർഷം ഇത്രയും ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നുള്ളൂ ഈ ഒരു ബിസിനസ് എക്കണോമിക്സ് എന്നുള്ള പോർഷനിൽ. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ബിസിനസ് ഫൈനാൻസ് എന്നുള്ള പോർഷനാണ്. So 30th question is match the items of list 1 with the items of list 2. Choose the correct code of combination. Okay, ഇവിടെ നമുക്ക് NPV, IRR, ARR, PI ആണ്. ഓക്കെ, നമുക്ക് ടെക്നിക്സ് ഓഫ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിൽ ലിസ്റ്റ് 2 തന്നിട്ടുള്ള 1 which equates the aggregate present value of the net cash inflows with aggregate present value of cash outflows. Second, dividing the average annual profit after tax by average investment over the life of the project. 3, summation of the present value of cash proceeds in each year minus the summation of present values of net cash outflow in each year. 4, dividing the present value of future cash inflow by the present value of cash outflow. കോഡ്സ് തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? A1, B3, C2, D4, B, A3, B2, C4, D1, C, A3, B1, C2, D4 and D, A1, B2, C3, D4. നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, കാരണം നമ്മളിത് ഡിഗ്രി മുതലേ പഠിച്ചു വരുന്ന ഒരു ഏരിയ ആണ്, FMന്റെ ഏരിയ, റൈറ്റ്? സോ ഈ FMന്റെ ഏരിയയിൽ വരുന്ന ഒരു കാര്യമാണിത്. പക്ഷെ നിങ്ങൾക്ക് ലിസ്റ്റ് 2 കാഴ്ച തന്നെ അറിയാം എന്തായിരിക്കും ആൻസേഴ്സ് എന്ന്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ സി, A3, B1, C2 and D4. ഓക്കെ, NPV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മളവിടെ present value of cash inflows minus present value of cash outflows ആണ്. ഓക്കെ, summation of sigma PVCI. ഓക്കെ, that is sigma present value of cash inflows minus present value sigma present value of cash outflows ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടാം? NPV കിട്ടാം. ഓക്കെ, that is option 3. IRR പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? which equates the aggregate present value of the net cash inflows with the aggregate value of present value of cash outflows. ഓക്കെ, അതായത് നമ്മൾ പ്രസന്റ് വാല്യൂവും പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാവില്ല, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? IRR എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് NPV 0 ആവുന്ന സിറ്റുവേഷൻ ആണ് എന്ത്? IRR. ആ 0 ആവുക, NPV 0 ആവുക എപ്പോഴാണ്? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ആയിട്ട് ഈക്വൽ ആകുമ്പോഴാണ്. ഓക്കെ, സി എന്ന് പറയുന്നത് ARR ആണ്. ARR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമുക്ക് ഇക്വേഷൻ വരുന്നത് ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻകം ആയിരുന്നു. ഓക്കെ, സോ അവിടെ നമുക്ക് ഡിവൈഡ് ദ ആവറേജ് ആനുവൽ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബൈ ആവറേജ് ഇൻവെസ്റ്റ്മെന്റ് ഓവർ ദി ലൈഫ് ഓഫ് പ്രൊജക്ട്. PI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിവൈഡിങ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഫ്യൂച്ചർ ക്യാഷ് ഇൻഫ്ലോ ബൈ ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, 31th questions. ഓക്കെ, 31st question എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Which one of the following is not an external technique of foreign exchange risk management? Okay, forex risk management ന്റെ external technique അല്ലാത്ത കാര്യം എന്താണ്? Forward contracts, currency futures, netting, swaps. ഇതിൽ എക്സ്റ്റേണൽ ടെക്നിക്സ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതായത് ഇതിലൊരു ഇന്റേണൽ ടെക്നിക്ക് കുടുങ്ങിയിട്ടുണ്ട്. ആ ഇന്റേണൽ ടെക്നിക്ക് ഏതാന്നുള്ളതാണ് ഇതാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഈസ് നെറ്റിംഗ്. നെറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ടെക്നിക്കാണ്. ഓക്കെ, ഫോറക്സ് റിസ്ക് മാനേജ്മെന്റിന്റെ ഇന്റേണൽ ടെക്നിക്കാണ് എന്ത്? നെറ്റിംഗ്. ഫോർവേഡ് കോൺട്രാക്ട്സ് ആണെങ്കിലും കറൻസി ഫ്യൂച്ചേഴ്സ്, സ്വാപ്സ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടെക്നിക്സ് ആണ്. ഓക്കെ, ഡെറിവേറ്റീവ്സ് റിലേറ്റഡ് നമ്മൾ പറയുന്നത് ഫോർവേഡ്, ഫ്യൂച്ചർ, സ്വാപ്സ് കാര്യങ്ങളൊക്കെ, ഓപ്ഷൻസ്, അതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണൽ ടെക്നിക്സ് ആണ്. ഈ നെറ്റിങ്ങും പിന്നെ ലീഡിങ്, ലാഗിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇന്റേണൽ ടെക്നിക്സിലായിട്ടാണ്. ഓക്കെ, 32nd question is, according to Walter's model of dividend, market value of share of a declining firm having R less than KE will be maximum at 1, 0% dividend payout, 100% dividend payout, 50% dividend payout and 75% dividend payout. സോ നമുക്കറിയാം അവിടെ 100% ഡിവിഡൻഡ് പേ ഔട്ട് ആയിരിക്കും, കാരണം എന്താ? അവിടെ ഡിക്ലൈനിങ് ഫേം ആണ്.
ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെയിനെക്കാട്ടും കുറവാണ്. ഓക്കെ, അവിടെ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണ് കൂടുതൽ റിട്ടേണിനെക്കാട്ടും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഡിവിഡൻഡ് പേ ഔട്ട് 100% ആക്കും. അവിടെ നമ്മൾ ഫുൾ പേ ഔട്ട് ചെയ്യും. ഓക്കെ, നമ്മൾ ഫുൾ ഡിവിഡൻഡ് ആയിട്ട് നമ്മൾ പ്രോഫിറ്റ് പേ ചെയ്യും. നേരത്തെ അതിന് ശേഷം ഇപ്പം റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനെക്കാട്ടും കൂടുതലാണ്. നമ്മൾ അവിടെ 0% ഡിവിഡൻഡ് പേ ഔട്ട് ആയിരിക്കും. അതായത് എല്ലാം നമ്മൾ റീറ്റെയിൻ ആയിരുന്നു ചെയ്യാം. ഓക്കെ, next question is an infinite series of equal cash flow occurring at regular time interval is known as annuity, annuity due, perpetuity, future value. Okay, just note there. Infinite series of equal cash flow occurring at a regular in time interval ആയിട്ട് ചോദിക്കുന്നത്. So that is perpetuity. Infinite series ആണ്. Infinite series പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല എത്ര വരെ ഉണ്ടാവുന്നു. നമ്മൾ പറയുമ്പോൾ എന്താ പെർപ്പച്യൂറ്റിന് കൊണ്ട് എന്താ മീനിങ് ഫോർ എവർ എന്നുള്ളതാണ്. സോ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ അവിടെ പെർപ്പച്യൂറ്റി എന്നുള്ള കാര്യം ഓർക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അസേർഷൻ റീസണിങ് ആണ്. അതിൽ അസേർഷനിൽ വരുന്നത് ന്യൂ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഈസ് കോസ്റ്റ്ലിയർ ദാൻ റീറ്റേൺ ഏർണിംഗ്സ്. റീസൺ because the cost of retained earnings is the return foregone by the shareholders on the dividend income. A. Both A and R are correct and R is the correct explanation of A. B. Both A and R are correct but R is not correct explanation of A. C. A is correct but R is not correct. D. A is not correct but R is correct. So the answer is both A and R correct ആണ്. പക്ഷെ R എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. ഓക്കെ, നമ്മളിപ്പം പുതിയ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയാം, അതായത് നമ്മൾ പുതിയതായിട്ട് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അത് റീറ്റെയിൻ ഏർണിങ്സിനെക്കാട്ടി കോസ്റ്റ്ലിയർ ആണ്. യെസ്, റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കമ്പനീൻ്റെ ഇന്റേണൽ ആയിട്ട് വരുന്ന കാര്യം തന്നെയാണ്. പുതിയ നമ്മൾ ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ അത് എക്സ്റ്റേണലി പോകേണ്ട കാര്യമാണ്. സോ അവിടെ അതിനനുസരിച്ചുള്ള കോസ്റ്റും കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇതിന്റെ റീസൺ അല്ല ദ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് ഇസ് ദ റിട്ടേൺ ഫോർഗോൺ ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് ഡിവിഡൻഡ് ഇൻകം. അതല്ലല്ലോ അതിന്റെ റീസൺ. രണ്ട് കാര്യം കറക്റ്റ് ആണ്. അതായത് റീറ്റെയിൻ ഏർണിങ്സിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് ഫോർഗോ ചെയ്തുള്ള റിട്ടേൺ ഉണ്ടാവില്ല, അതിനെയാണ് നമ്മൾ കോസ്റ്റ് ഓഫ് റീറ്റെയിൻ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, കറക്റ്റ് ആണത്. പക്ഷേ നമ്മൾ എസേർഷന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള റീസൺ കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ ബോത്ത് എ ആൻഡ് ആർ കറക്റ്റ് ആണ്. പക്ഷേ ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. Next question is arrange the following steps of capital budgeting process in correct order. Preliminary screening process, project generation, detailed project evaluation, control of capital expenditure, project selection and implementation. Options A, B, C, D, E, B, A, C, E, D, A, B, C, E, D and B, A, C, D, E. ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് എളുപ്പമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗിന്റെ പോർഷൻ ആണ്. എല്ലാവർക്കും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണെന്ന് വിചാരിക്കുന്നു. ആ ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കുന്നു. സോ ദ ആൻസർ ഈസ് ബി എ സി ഇ ഡി. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് ജനറേറ്റ് ചെയ്യും, അതിൻ്റെ ഒരു പ്രിലിമിനറി സ്ക്രീനിങ് പ്രോസസ്സിലൂടെ കടത്തും, ദെൻ ഡീറ്റെയിൽ ആയിട്ട് പ്രൊജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യും, ദെൻ പ്രൊജക്ട് സെലക്ഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് കൺട്രോൾ ഓഫ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following are the approaches of determining the financing mix of working capital? Okay, so ഇതിൽ വരുന്ന അപ്രോച്ചസ് എന്തൊക്കെയാണെന്നുള്ളത് വർക്കിംഗ് ക്യാപിറ്റലിന്റെ മാച്ചിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ അപ്രോച്ച്, എഗ്രസീവ് അപ്രോച്ച്. ഓക്കെ, സോ ഇതിലാണ് തന്നെ ആൻസേഴ്സ് വരുന്നുണ്ട്. നമുക്കിവിടെ ആൻസർ വരുന്നത് എ, ബി ആൻഡ് ഡി ആണ്. ഓക്കെ, ദാറ്റ് ഇസ് നമുക്കിവിടെ വർക്കിംഗ് ക്യാപിറ്റലിന്റെ അപ്രോച്ച് ആയിട്ട് നമുക്ക് മാച്ചിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് എഗ്രസീവ് അപ്രോച്ച് ആണ്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ അപ്രോച്ച് വർക്കിംഗ് ക്യാപിറ്റൽ അപ്രോച്ചിൽ വരുന്നതല്ല. ഓക്കെ, next question is match the items of list 1 with items of list 2 and choose the correct code of combination. List 1 is operating leverage, combined leverage, earnings per share, financial leverage. List 2 is the equations are contribution by EBT, contribution by EBIT, EBIT by EBT, EAT by number of equity shares. Codes A, A1, B2, C3, C4, D3, B, A2, B1, C4, D3, C, A2, B1, C3, D4, and D,
A1, B2, C3 and D4. ഇതൊക്കെ നമുക്ക് ശരിക്കും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടാൽ തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് കണ്ടിട്ടാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്, റൈറ്റ്? സോ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂഷൻ ബൈ എബിറ്റ് ആണ്, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ ഇ ബി ടി ആണ്, കോൺട്രിബ്യൂഷൻ ബൈ ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഓയിൽ ഇൻറ്റു എഫ് എൽ, ദാറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് കൂടി ഇൻറ്റു ചെയ്തിട്ട് നമുക്ക് കമ്പൈൻഡ് ലിവറേജ് കിട്ടും. ഓക്കെ, ഏർണിംഗ്സ് പെർ ഷെയർ എന്ന് പറയുമ്പോൾ അവിടെ ഓപ്ഷൻ 4 ആണ്, ദാറ്റ് ഈസ് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത് ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡ് ബൈ ഏർണിംഗ്സ് ബിഫോർ ടാക്സ് ആണ്. ഓക്കെ, ഇത്രത്തോളമാണ് നമ്മുടെ ബിസിനസ് ഫൈനാൻസിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. നമ്മുടെ ഡിസംബർ അറ്റംപ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് കുറച്ചായിരുന്നു അതിൽ വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ബിസിനസ് എക്കണോമിക്സ് ആൻഡ് ബിസിനസ് ഫിനാൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു ഡിസംബർ സെഷനിൽ. ഓക്കെ, പക്ഷെ എല്ലാ സെഷനിലും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ നെക്സ്റ്റ് സെഷനിൽ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ വരാം, ബാക്കിയുള്ള ഏരിയയിൽ നിന്ന് കുറച്ചായിരിക്കും വരാം. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക്, നെക്സ്റ്റ് യൂണിറ്റിലേക്ക് കടക്കാം, ദാറ്റ് ഈസ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ്. ഓക്കെ, സോ അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ മെഷർ ഓഫ് റിലേറ്റീവ് റിസ്ക് ആൻഡ് ഈസ് കാൽക്കുലേറ്റഡ് by dividing the standard deviation by its expected value? Variance, coefficient of variance, covariance and geometric mean. Relative risk in a measure on it and which is calculated by dividing the standard deviation by its expected value. Standard deviation divided by expected value ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്ത് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. That is coefficient of variance. Okay, coefficient of variance are നമ്മൾ standard deviation divided by expected value ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? Coefficient of variance. Okay, next question is Carl Pearson's coefficient of skewness for a distribution having mean of 6.82, median of 6.8 and standard deviation of 1.4 is A 0.014, B 0.028, C 0.043 and D 0.056. Okay, so the answer is 0.043. So നമുക്ക് ഇവിടെ സ്ക്യൂനെസിന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്, കാൾ പിയേഴ്സന്റെ. ഓക്കെ, കാൾ പിയേഴ്സന്റെ സ്ക്യൂനെസിന്റെ ഇക്വേഷൻ എന്താണ്? 3 into mean minus median divided by standard deviation ആണ്, റൈറ്റ്? സോ ഇവിടെ നമുക്ക് മീൻ തന്നുള്ള 6.82 ആണ്, മീഡിയൻ 6.8, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.4. പ്ലീസ് അത് നമ്മൾ 3 into 6.182 minus 6.8 divided by 1.4 ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 6.8ഉം 6.8 മൈനസ് 6.82 ആൻഡ് 6.8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0.02 കിട്ടും. അത് ഇൻറ്റു 3 ചെയ്യുക, 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ നമുക്ക് 0.06 കിട്ടും. അതുമായിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ടുള്ള 1.4 ഡിവൈഡ് ചെയ്യാം. സോ നമുക്കത് ചെയ്യുമ്പോൾ 0.04285 കണ്ടിന്യൂസ് ആയിട്ട് ഒരു എമൗണ്ട് ആണ് കിട്ടുക. സോ നമുക്കത് അപ്രോക്സിമേറ്റ് ആയിട്ട് നമ്മൾ 0.043 ആയിട്ട് കണ്ടുപിടിക്കും. ഓക്കെ, next question is if the first quartile is 48 and quartile deviation is 6, the value of median assuming the distribution to be symmetrical is 1.50, 52, 54, 56. So the answer is 54. Okay, so ഇവിടെ Q3 minus Q1 by 2 ആണ് ചെയ്യുന്നത്, റൈറ്റ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇസ് ഈക്വൽ ടു Q3 minus Q1 by 2 എന്നുള്ള ഇക്വേഷൻ ആണ്, അല്ലേ? സോ നമുക്ക് ഇവിടെ Q1 തന്നിട്ടുണ്ട്, ഫസ്റ്റ് ക്വാർട്ടൈൽ 48 ആണ് തന്നിട്ടുണ്ട്, QDന്റെ എമൗണ്ടും 6 തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 6 is equal to Q3 minus 48 by 2 ചെയ്യും. നമ്മൾ അടിയിലുള്ള 2നെ നമ്മൾ 6 ആയിട്ട് ഇൻറ്റു ചെയ്യും, ദാറ്റ് ഈസ് 12 is equal to Q3 minus 48 ചെയ്യും. സോ Q3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 68 നമുക്ക് കിട്ടും. ഓക്കെ, ഇനിയിപ്പോൾ മീഡിയൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മീഡിയന്റെ കേസിൽ നമ്മൾ Q1 plus Q3 by 2 ആണ് ചെയ്യാം, റൈറ്റ്? സോ നമുക്ക് ഇവിടെ Q1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 48 ആണ്. Q3 എന്ന് പറഞ്ഞാൽ നമുക്ക് 60 കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഡിവൈഡ് ബൈ 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 108 by 2 ആവും, ദാറ്റ് ഈസ് 54. ഓക്കെ, so next question is the probability that a leap year selected at random contains either 53 Sundays or 53 Mondays is 1/7, 2/7,
3/7 and 4/7. ആൻസർ ഇസ് 3/7. ഓക്കെ, സോ നമുക്ക് ഇവിടെ ടോട്ടൽ ലീപ്പ് ഇയറിന്റെ കേസാണ് തന്നിട്ടുള്ളത്. ലീപ്പ് ഇയർ എല്ലാത്ത വർഷങ്ങൾ നമുക്ക് 365 ഡേയ്സ് ആണ്. അപ്പൊ ലീപ്പ് ഇയർ ആകുമ്പോൾ നമുക്ക് 366 ഡേയ്സ് ആണല്ലോ വരിക. സോ അവിടെ വീക്സ് എന്ന് പറയുമ്പോൾ 366 ഡിവൈഡ് ബൈ 7 ചെയ്യും. ദാറ്റ് ഈസ് നമുക്ക് അവിടെ 52 വീക്സ് കിട്ടും ആൻഡ് 2 എക്സ്ട്രാ ഡേയ്സ് വരും. റൈറ്റ്, 366 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ നമുക്ക് 35ലേക്ക് 5 പ്രാവശ്യം 35 ബാക്കി വരുമ്പോൾ 16 ബാക്കി ഉണ്ടാവും, റിമൈൻഡർ ആയിട്ട് വരും. ആൻഡ് അത് നമ്മൾ ഇതാക്കുമ്പോൾ നമുക്ക് കോഷ്യന്റിലായിട്ട് കിട്ടുന്ന എത്രയായിരിക്കും? 16ല് 7 2 പ്രാവശ്യമാണ് വരിക. റൈറ്റ്, അപ്പൊ അവിടെ 52 വീക്സ് ആണ് വരിക. അതോടൊപ്പം 2 എക്സ്ട്രാ ഡേയ്സും വരുന്നുണ്ട്. ഓക്കെ, 16ല് 14 വരെയാണ് 7 പോവാം. റൈറ്റ്, ബാക്കി 2 പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നതാണ്. ഓക്കെ, സോ നമുക്ക് അവിടെ പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൺഡേ മൺഡേ, മൺഡേ ട്യൂസ്ഡേ, ട്യൂസ്ഡേ വെനസ്ഡേ, വെനസ്ഡേ തേഴ്സ്ഡേ, തേഴ്സ്ഡേ ഫ്രൈഡേ, ഫ്രൈഡേ സാറ്റർഡേ, സാറ്റർഡേ സൺഡേ എന്നുള്ള കാര്യമാണ്. കാരണം നമുക്ക് അവിടെ കോൺസിക്യൂട്ടീവ് എക്സ്ട്രാ ഡേയ്സ് ആണ് നമ്മൾ അവിടെ നോക്കുന്നത്. റൈറ്റ്, സോ നമ്മൾ പ്രോബബിലിറ്റി അവിടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സൺഡേ അല്ലെങ്കിൽ മൺഡേസ് വരുന്ന കാര്യമാണ് അവിടെ നോക്കുന്നുണ്ടായിരുന്നത്. റൈറ്റ്, സോ സൺഡേ മൺഡേയിൽ 2 വരുന്നുണ്ട്. പിന്നെ മൺഡേ ട്യൂസ്ഡേ എന്നുള്ള കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ മൺഡേ കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് സാറ്റർഡേ സൺഡേയിലും സൺഡേ വരുന്നുണ്ട്. റൈറ്റ്, സോ അവിടെ 3 ഔട്ട്കംസ് ആണ്, 3 ഫേവറബിൾ ഔട്ട്കംസ് ആണ് 7 ഔട്ട്കംസിൽ വരുന്നത്. സോ അവിടെ 3/7 ആണ് എന്ത് ആൻസർ വരിക. Next question is, which of the following are properties of normal distribution? A. The normal curve approaches the x-axis asymptotically as we proceed in either direction away from the mean. The normal curve has its point of inflection at x is equal to plus or minus 2 sigma. C. Irrespective of the shape, the total area under the normal curve and above the horizontal axis is always equal to 1. D. About 68.27% of the total area under the normal curve is covered from mu minus 2 sigma to mu plus 2 sigma. E. The normal distribution is unimodal. Choose the correct answer. A, B and D, B, C and D, C, D and D, C, D and E, and A, C and E. Answer is A, C and E. Okay, so നമുക്ക് നോർമൽ കർവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്രോച്ചസ് ദ എക്സ് ആക്സിസ് asymptotically ആണ്. ഓക്കെ, ആസ് വി പ്രൊസീഡ് ഇൻ ഈതർ ഡയറക്ഷൻ ഫ്രം അവേ ഫ്രം ദ മീൻ. പിന്നെ വരുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ഷേപ്പ്, the total area under the normal curve and above the horizontal axis is always equal to 1. Okay, normal distribution കേസിൽ എപ്പോഴും ഈക്വൽ ടു 1 ആയിരിക്കും. പിന്നെ വരുന്ന നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂണിമോഡൽ ആണ്. കാരണം ഇവിടെ എന്താണ്, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒറ്റൊരു മോഡൽ ഉണ്ടാവും. ഓക്കെ, ബൈ മോഡലില് ട്രൈ മോഡൽ അല്ല, യൂണിമോഡൽ ആണ്. Okay, next question is, match list 1 with list 2. List 1 occurs when a true null hypothesis is rejected, occurs when false null hypothesis does not get rejected, used for data from interval or ratio scales, used for test hypothesis with nominal and ordinal data. List 2, type 2 error, type 1 error, non-parametric test and parametric test. Choose the correct answer from below. Options: A. A1 B2 C3 D4, B. A1 B2 C4 D3, C. A2 B1 C4 D3, D. A2 B1 C3 D4. നമ്മുടെ റിസർച്ച് ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്, എളുപ്പമാണ്. പിന്നെ നമുക്ക് കോമേഴ്സ് സ്റ്റുഡൻസിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് പേപ്പർ 1 ഒരു റിസർച്ച് മെത്തേഡ്സ് എന്നുള്ള ഒരു പേപ്പർ വരുന്നുണ്ട്, പേപ്പർ 2 റിസർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ വരുന്നുണ്ട് വിത്ത് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ നമുക്ക് രണ്ടെണ്ണത്തിൽ കൂടി ഒറ്റൊരു പേപ്പർ പഠിച്ചാൽ മതി, കോമൺ ആയിട്ട് ഒരു പേപ്പർ ശ്രദ്ധിച്ചാൽ മതി. എന്നാൽ നമുക്ക് 2 പേപ്പറിനും 2 ഭാഗത്ത് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ഇത് നമ്മൾ കോമേഴ്സ് സ്റ്റുഡൻസിനും അതുപോലെ മാനേജ്മെന്റ് സ്റ്റുഡൻസിനൊക്കെ ഇത്തിരി കൂടി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പോർഷനാണ്. ലൈക്ക് നമുക്ക് ഇത്തിരി കൂടി അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു കേസിൽ. ഓക്കെ, സോ ദ ആൻസർ ഈസ് സി. അതായത് ഒക്കേഴ്സ് വെൻ ട്രൂ നൾ ഹൈപ്പോത്തസിസ് ഇസ് റിജക്റ്റഡ്. ഓക്കെ, ടൈപ്പ് 1 എറർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴെ നടക്കുക ഒക്കറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് ട്രൂ ആയിട്ടും അത് നമ്മൾ റിജക്ട് ചെയ്യുന്ന അവസ്ഥ. ടൈപ്പ് 2 എറർ എപ്പോഴെ ഒക്കറേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ
Okay, sorry. A എന്ന് പറയുന്നത് that is occurs when a true null hypothesis is rejected. Okay, അത് type 1 error. Okay, type 1 error പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ true null hypothesis നമ്മൾ റിജക്ട് ചെയ്യുന്ന അവസ്ഥ. ബി എന്ന് പറയുന്നത് occurs when false null hypothesis does not get rejected. Okay, നമ്മൾ false ആയിട്ടുള്ള null hypothesis accept ചെയ്യുമ്പോൾ അവിടെ type 2 error ആ വരിക. Used for data from interval or ratio scales പറയുമ്പോൾ അത് parametric ടെസ്റ്റിലാണ് വരിക. ഇപ്പോൾ നമ്മൾ യൂസ് ടു ടെസ്റ്റ് ഹൈപ്പോത്തസിസ് വിത്ത് നോമിനൽ ആൻഡ് ഓർഡിനൽ ഡാറ്റ ആണെങ്കിൽ അത് നോൺ പാരാമെട്രിക് ടെസ്റ്റിലാണ് വരിക. 44 മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1ൽ probable error of correlation coefficient, standard error of correlation coefficient, coefficient of determination and coefficient of alienation. ലിസ്റ്റ് 2ൽ അതിന്റെ ഇക്വേഷൻസ് ആണ് വരുന്നത്. explained variation divided by total variation, unexplained variation divided by total variation, 1 minus r square divided by root n, 0.6745 into 1 minus r square divided by root n. Choose the correct answer. 1. A1, B2, C3, D4. 2. A4, B3, C2, D1. 3. A3, B4, C1, D2. And 4. A4, B3, C1, D2. So, നമുക്ക് അറിയുന്ന ഇക്വേഷൻസ് ആണ്. നമുക്ക് ഫസ്റ്റത്തെ ലാസ്റ്റിന്റെ ഇക്വേഷൻസ് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് പോയാൽ മതി. സോ നമുക്ക് ഇവിടെ ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഡൗട്ട് വരാ 2 ആണ് 4 ആണെന്നുള്ളത്. കാരണം 2ലും എന്താ പറയുക എ ആൻഡ് ബിയിൽ സെയിം ആയിട്ടുള്ള ഇക്വേഷൻ ആണ് വരുന്നത്. പിന്നെ സി ആൻഡ് ഡിന്റെ ഇക്വേഷൻ പഠിക്കാത്ത ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്ത് 2 ആൻഡ് 4 തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഡി കോഎഫിഷ്യന്റ് ഓഫ് എലിമിനേഷൻ അല്ലെങ്കിൽ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ തന്നെ അറിയുന്ന കുട്ടികളാണെങ്കിൽ ഇത്തിരി കൂടെ എളുപ്പമായിരിക്കും. ഓക്കെ, സോ പ്രോബബിൾ എററിന്റെ ഇക്വേഷൻ ആണ് എന്ത് 0.6745 ഡിവൈഡ് ഇൻറ്റു 1 മൈനസ് ആർ സ്ക്വയർ ബൈ റൂട്ട് എൻ. സ്റ്റാൻഡേർഡ് എറർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ 1 മൈനസ് ആർ സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് എൻ വരും. കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ വരുമ്പോൾ എക്സ്പ്ലെയിൻ വേരിയേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ വേരിയേഷൻ ആണ് വരിക. കോഎഫിഷ്യന്റ് ഓഫ് എലിമിനേഷൻ ആണെങ്കിലാണ് അൺഎക്സ്പ്ലെയിൻഡ് വേരിയേഷൻ ഡിവൈഡ് ബൈ ടോട്ടൽ വേരിയേഷൻ വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Arrange the following steps of research process in correct order. A. Developing an approach to the problem. B. Problem definition. C. Data collection, preparation and analysis. D. Research design formulation. E. Report writing and presentation. Choose the correct answer. 1. A, B, C, D, E. 2. B, A, D, C, E. 3. D, B, A, E, C. 4. A, B, D, E, C. ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് BADCE. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രോബ്ലം ഡിഫൈൻ ചെയ്യും, എന്നിട്ട് നമ്മൾ ഈ പ്രോബ്ലത്തിനായിട്ടുള്ള ഒരു അപ്രോച്ച് ഡെവലപ്പ് ചെയ്യും. ദെൻ നമ്മൾ റിസർച്ച് ഡിസൈൻ ഫോർമുലേറ്റ് ചെയ്യും, ഡാറ്റ കളക്ട് ചെയ്യും, പ്രിപ്പയർ ചെയ്യും, അനലൈസ് ചെയ്യും, ആൻഡ് ലാസ്റ്റ് വൺ ഈസ് റിപ്പോർട്ട് റൈറ്റിംഗ് ആൻഡ് പ്രസന്റേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് question is arrange the following steps of sampling design process in correct order. Okay, നമ്മൾ സാമ്പിളിംഗ് ഡിസൈനിന്റെ പ്രോസസ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ആ ഒരു പോർഷന് നിങ്ങൾ നല്ലപോലെ ഒന്ന് ഈ ഒരു സാമ്പിളിംഗ് ഡിസൈനിന്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്നുള്ളത് പഠിച്ചെടുക്കുക. കാരണം നമുക്ക് കണ്ടിന്യൂസ്ലി എൻ്റെ ഒരു ഓർമ്മയിൽ കഴിഞ്ഞ 2025 ജൂൺ ആസ് വെൽ ആസ് ഡിസംബറിലാണെങ്കിലും 2023 ജൂൺ ആൻഡ് ഡിസംബറിലാണെങ്കിലും സാമ്പിളിംഗ് ഡിസൈനിങ് പ്രോസസ്സിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കണ്ടിന്യൂസ്ലി ആയിട്ട് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. സോ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം. സോ ഡിറ്റർമൈൻ ദി സാമ്പിൾ സൈസ്, സെലക്ട് എ സാമ്പിളിംഗ് ടെക്നിക്, selection of sampling frame, target population definitions. Choose the correct answer. ABCD, DCBA, CDBA, and BDCA. Okay, so the answer is DCBA. Okay, first നമ്മൾ target population define ചെയ്യും, and then നമ്മൾ sampling frame select ചെയ്യും. Okay, നമ്മൾ target population define ചെയ്തില്ല, ഈ population നിന്ന് ഒരു sampling frame നമ്മൾ select ചെയ്യും, and then നമ്മൾ sampling technique select ചെയ്യും, and sample size നമ്മൾ determine ചെയ്യും. Next question is given below the two statements. One is labeled as assertion and the other is labeled as reason. So assertion വരുന്ന question ആണ്. Assertion വരുന്ന കാര്യമാണ് filter questions is in questionnaire. Measure the familiarity of the respondents with the topic of research. Reason, questions that try to capture multiple information at once are referred to as leading questions. Choose the most appropriate answer.
Both A and R are correct and R is the correct explanation of A. Both A and R are correct but R is not correct explanation of A. A is correct but R is not correct. A is not correct but R is correct. ഇതൊക്കെ റിസർച്ച് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, റിസർച്ച് മെത്തേഡ്സ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഞാൻ പറഞ്ഞ മാതിരി തന്നെ പേപ്പർ 1നും പേപ്പർ 2നും നിങ്ങൾക്ക് ഒറ്റൊരു പോർഷൻ പഠിച്ചാൽ മതി. ഒന്നെങ്കിൽ പേപ്പർ 2നെ നല്ലപോലെ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പേപ്പർ 1നെ നല്ലപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേപ്പറിൽ നിന്നും ആ ഒരു പോർഷൻ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. So the answer is A is correct but R is not correct. Okay, filter question in questionnaire എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റെസ്പോണ്ടൻസിന്റെ ഫെമിലിയാരിറ്റിയാണ് മെഷർ ചെയ്യുന്നത് നമ്മുടെ റിസർച്ചിന്റെ ടോപ്പിക്കിന് മേലുള്ള. പക്ഷെ ഇവിടെ റീസൺ എന്ന് പറഞ്ഞ റീസൺ പറഞ്ഞാൽ എന്താണ് തന്നിട്ടുള്ള സെന്റൻസ് തന്നിട്ടുള്ള questions that try to capture multiple information at once are referred to as leading question. അങ്ങനെയല്ല. Okay. Next question is, which of the following sections of research reports contains executive summary? Okay, executive summary ഏത് type of sectionലാണ് നമ്മുടെ റിസർച്ച് റിപ്പോർട്ടിൽ ഏത് സെക്ഷനിലാണ് ഉള്ളത്, ഇൻക്ലൂഡ് ആവുന്നത്, കണ്ടെയ്ൻ ചെയ്യുന്നത്? A. Prefatory information. B. Introductory information. C. Main research body. D. Supplementary information. ഇതും നമുക്ക് കണ്ടിന്യൂസ്ലി കാണാൻ വേണ്ടി പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ദ ആൻസർ ഈസ് പ്രിഫേറ്ററി ഇൻഫർമേഷനിലാണ് എക്സിക്യൂട്ടീവ് സമ്മറി വരുന്നത്. ഓക്കെ, സോ ഇത്രത്തോളം നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ വരുന്ന പോർഷന്. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് HRM വരുന്ന പോർഷനിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ December 2025 വരുന്ന ക്വസ്റ്റ്യൻസ്. സോ അതിൽ വരുന്ന ഫസ്റ്റ് വൺ ഈസ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്? ഓക്കെ, കോൺഫ്ലിക്റ്റിൽ പല ടൈപ്സ് വരുന്നുണ്ട്. ഓക്കെ, സോ ആ ടൈപ്പിൽ വരാത്ത സാധനം എന്താണ്? അതിൽ ആ ടൈപ്പിൽ വരാത്ത ഏതോ ഒരു കോൺഫ്ലിക്റ്റ് ഈ ഒരു ഓപ്ഷനിൽ തന്നിട്ടുണ്ട്, അത് എന്താണെന്നതാണ് നോക്കേണ്ടത്. ടാസ്ക് കോൺഫ്ലിക്റ്റ്, റിലേഷൻഷിപ്പ് കോൺഫ്ലിക്റ്റ്, പ്രോസസ് കോൺഫ്ലിക്റ്റ് ആൻഡ് പ്രൊഡക്റ്റ് കോൺഫ്ലിക്റ്റ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചു തീർന്നു, ഇനിയിപ്പോൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയുന്ന ഒരു പോർഷൻ കൂടിയാണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് പ്രൊഡക്റ്റ് കോൺഫ്ലിക്റ്റ് എന്നുള്ള സാധനം ഇല്ല, ടാസ്ക്, റിലേഷൻഷിപ്പ് ആൻഡ് പ്രോസസ് കോൺഫ്ലിക്റ്റ് ആണ് ഉള്ളത്. Next question is, which one of the following is not type of organizational culture? Organizational culture ടൈപ്പ് അല്ലാത്ത കാര്യം എന്താണെന്നുള്ളതാണ് ചോദിക്കുന്നത്. നോൺ ഓൺട്രപ്രീനിയറൽ കൾച്ചർ, പവർ കൾച്ചർ, റോൾ കൾച്ചർ ആൻഡ് ടാസ്ക് കൾച്ചർ. ഈസിയാണ്, നോൺ ഓൺട്രപ്രീനിയറൽ കൾച്ചർ ആണ്. ഓക്കെ, സോ നമുക്ക് അവിടെ പവർ കൾച്ചറും റോൾ കൾച്ചറും ടാസ്ക് കൾച്ചറാണ് വരുന്നത്. നോൺ ഓൺട്രപ്രീനിയറൽ കൾച്ചർ വരുന്നില്ല. ദ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നുള്ള പോർഷനിൽ വരുന്നത് കൂടിയാണ്. ഓക്കെ, which one of the following are not the objectives of HRM? Human resource management objective അല്ലാത്ത കാര്യം എന്താണ്? Societal objective, organizational objective, functional objective and group objective. ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് ആണ്. ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ എന്താണ്? സൊസൈറ്റൽ ഒബ്ജക്റ്റീവ് പറയുമ്പോൾ നമ്മൾ സൊസൈറ്റീനെ റിലേറ്റഡ് ആയിട്ട് വെക്കുന്ന ഒബ്ജക്റ്റീവ്സ്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് പറഞ്ഞാൽ നമ്മൾ ഓർഗനൈസേഷന്റെ ഗോൾസ്. ഫംഗ്ഷണൽ ഒബ്ജക്റ്റീവ്സ് പറയുമ്പോൾ ഓരോ ഫംഗ്ഷൻസ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഉണ്ടാവും, മാർക്കറ്റിംഗ് ഫംഗ്ഷൻ ഉണ്ടാവും, സെല്ലിംഗ് ഫംഗ്ഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. സോ ആ ഒരു ഫംഗ്ഷൻസിന്റെ ഓരോ ഫംഗ്ഷണൽ ഗോൾസ്. ഗ്രൂപ്പ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് പറയുമ്പോൾ നമുക്ക് അവിടെ ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പ്സും കാര്യങ്ങളും. നമ്മൾ ഈ പിയേഴ്സുമായിട്ട് നമ്മളെ കൊളീഗ്സുമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഈ ഗ്രൂപ്പിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ HRMന്റെ ഒബ്ജക്റ്റീവ് അല്ല. Next question is, which one of the following is not a type of organization charts? Okay, organization chartൽ വരാത്ത ടൈപ്പ് ഏതാണ്? Vertical chart, circular chart, diagonal chart and horizontal chart. So the answer is diagonal chart. Okay, diagonal chart ഒരിക്കലും ഓർഗനൈസേഷൻ ചാർട്ടിൽ വരുന്നതല്ല. വേർട്ടിക്കൽ ദാറ്റ് ഈസ് ടോപ്പ് ഡൗൺ അപ്രോച്ചിലായിട്ട് വരുന്നത്. നമ്മൾ ഗാങ് പ്ലാങ്ക് അങ്ങനത്തെ സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്കലാർ ചെയിനിൽ. സോ അതിൽ വരുന്നതാണ് എന്ത്? ഈ വേർട്ടിക്കലും ഹൊറിസോണ്ടലും. ഓക്കെ, ആൻഡ് സർക്കുലർ ചാർട്ടൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, പക്ഷെ ഡയഗണൽ ചാർട്ട് ഒരിക്കലും ഓർഗനൈസേഷണൽ ചാർട്ടിൽ വരുന്നതല്ല. Given below are two statements, one is labeled as assertion and the other one is labeled as reason. Assertion: an effective appraisal system can contribute to competitive advantage by improving employee job performance. Reason: one serious challenge facing the performance appraisal relates to assessment of self-managed teams. Choose the most appropriate answer. Both A and R are correct and R is the correct explanation of A. B: both A and R are correct but R is not correct explanation of A. A is correct but R is not correct. A is not correct but R is correct.
സോ ഇവിടെ പെർഫോമൻസ് അപ്രൈസൽ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. So the answer is both A and R are correct, but R is not correct explanation of A. Okay, so ഇവിടെ effective ആയിട്ടുള്ള അപ്രൈസൽ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യും? നമ്മുടെ ജോബ് പെർഫോമൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ എംപ്ലോയിന്റെ ജോബ് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്തിട്ട് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജിലേക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് പെർഫോമൻസ് അപ്രൈസൽ ഫേസ് ചെയ്യുന്ന വൺ സീരിയസ് ചാലഞ്ച് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസസ്മെന്റ് ഓഫ് സെൽഫ് മാനേജ് ടീംസ് ആണ്. ഓക്കെ, ഇറ്റ് റിലേറ്റ്സ് ടു സെൽഫ് അസസ്മെന്റ് ഓഫ് സെൽഫ് മാനേജ് ടീംസ്. രണ്ടും കറക്റ്റ് ആണ്, അസേർഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷേ ഇതിൽ തന്നിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മുടെ അസേർഷന്റെ റീസൺ ആയിട്ടല്ല വരുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു കറക്റ്റ് എക്സ്പ്ലനേഷൻ ആയിട്ടല്ല തന്നിട്ടുള്ളത്. ഓക്കെ, സോ both A and R are correct, but R is not correct explanation of A. 54th question. Arrange the following step of selection process in correct order. Selection test, reference and background analysis, preliminary interview, employment interview, job offer. Choose the correct answer. ABCDE, CABDE, CADBE, and ACBDE. Okay, so the answer is CADBE. Okay, preliminary interview നടത്തും, എന്നിട്ട് നമ്മൾ സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തും. കുറേ ടെസ്റ്റുകൾ വരുന്നുണ്ട്, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ വരുന്നുണ്ട്, സ്കിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ടെസ്റ്റുകൾ വിലയിരുത്തിയിട്ട് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ നടത്തും, എന്നിട്ട് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞിട്ടാണ് നമ്മൾ ജോബ് ഓഫർ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് arrange the following steps of control process in the correct order. Measurement of actual performance, establishment of standards, corrective actions where required, comparison when required, and comparison of actual performance with standards. Choose the correct answer. BACD, BADC, ABCD, and ABDC. Easy ആണ്. ഓക്കെ, കാരണം നമ്മൾ കൺട്രോൾ പ്രോസസ് നമ്മൾ +1 മുതലേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണ്. പ്ലാനിങ് പ്രോസസ്, കൺട്രോളിങ് പ്രോസസ്, ഓർഗനൈസിങ് പ്രോസസ്, സ്റ്റാഫിംഗ് പ്രോസസ്, ഡയറക്റ്റിംഗ് പ്രോസസ്. സോ ഈസി ആയിട്ട് നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ, നമുക്ക് ഒരു പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് തന്നെ എഴുതാൻ പറ്റുന്ന സ്റ്റെപ്സ് ആണ്. സോ ദ ആൻസർ ഈസ് BADC. ഓക്കെ, ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും, ആക്ച്വൽ പെർഫോമൻസ് മെഷർ ചെയ്യും. ആക്ച്വൽ പെർഫോമൻസും നമ്മൾ മെഷർ ചെയ്തുള്ള ആക്ച്വൽ പെർഫോമൻസും എസ്റ്റാബ്ലിഷ് ചെയ്ത സ്റ്റാൻഡേർഡ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മൾ കറക്റ്റ് ആക്ഷൻസ് ആവശ്യമുള്ളപ്പോൾ എടുക്കും. Okay, next question is arrange the following types of motivating needs as identified by Maslow in ascending order. Okay, ascending order ലാണ് ഇവിടെ ഇതാക്കുന്നത്, descending അല്ല, ascending order. Physiological needs, social needs, self-actualization needs, safety needs, esteem needs. Choose the correct answer. ADBCE, ADBEC, ABDEC, ABCDE. സോ നമുക്കറിയാം ഇവിടെ ഫിസിയോളജിക്കൽ നീഡ്സ് ആൻഡ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആയിരിക്കും ഫസ്റ്റും ലാസ്റ്റ് ആയിട്ട് വരാം. ഓക്കെ, പക്ഷെ അതിന് നടുവിലുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ചെയ്യാം. സോ അതെന്തൊക്കെയാണെന്നുള്ളത്. സോ ദ ആൻസർ ഈസ് 2 ADBEC, ദാറ്റ് ഈസ് ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, പിന്നെ സോഷ്യൽ നീഡ്സ് വരും, ദെൻ എക്സ്ട്രീം നീഡ്സ്, ആൻഡ് ലാസ്റ്റ് ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് which of the following are the types of decentralization in an organization? Profit centers, service centers, cost centers, investment centers. Choose the correct answer. A, B, and C, AC and D, AB and D, BC and D. ഡീസെൻട്രലൈസേഷൻ ആണ്. ഓക്കെ, സെൻട്രലൈസേഷൻ അല്ല, ഡീസെൻട്രലൈസേഷൻ ആണ് ഇവിടെ ഇതാക്കുന്ന ടൈപ്സ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്തൊക്കെയാണെന്നുള്ളത്. സോ ദ ആൻസർ ഈസ് AC and D. ഓക്കെ, സോ ഇവിടെ പ്രോഫിറ്റ് സെന്റേഴ്സ്, കോസ്റ്റ് സെന്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സെന്റേഴ്സ് ആണ് ഡീസെൻട്രലൈസേഷന്റെ ടൈപ്സ്. സർവീസ് സെന്റേഴ്സ് സെൻട്രലൈസേഷന്റെ ടൈപ്പ് ആണ്. Match list 1 with list 2. List 1 managerial grid, Hawthorne experiments, trait theory, and ERG theory ആണ്. List 2 the propounders ആണ് വരുന്നത് Charles Bode, Alderfer, Blake and Mountain, Elton Mayo. Choose the correct answer. 1 A1 B2 C3 D4, 2 A3 B4 C1 D2, 3 A1 B3 C2
D4, and 4 A3, B4, C2, D1. ഡിഗ്രി മുതലേ പഠിച്ചു വരുന്ന ഏരിയ ആണ്. സോ ഇതിൽ നമുക്ക് എളുപ്പമായിട്ട് പറയാൻ പറ്റുന്ന എന്താണ്? എ എന്ന് പറയുന്നത് നമുക്കറിയാം ബ്ലേക്ക് ആൻഡ് മോട്ടൺ ആണ്. ഓക്കെ, 3. പിന്നെ ഇതിൽ വരുന്ന ലാസ്റ്റത്തെ ERG തിയറി ആണ്. ERG തിയറി ആരാ തന്നുള്ളത്? ആൽഡഫർ ആണ്. സോ നമുക്ക് എയും A3യും D4 വരുന്ന ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ 2 ആണ്. ഓക്കെ, മാനേജറൽ ഗ്രിഡും ബ്ലേക്ക് ആൻഡ് മൗട്ടൺ ആണ്. ഹോതോൺ എക്സ്പെരിമെന്റ്സ് എന്ന് പറയുന്നത് എൽട്ടൺ മായോ ആണ്. ട്രേഡ് തിയറി ചാൾസ് ബോർഡ് ആണ്. ERG തിയറി കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? ആൽഡഫർ ആണ്. ഓക്കെ, സോ ഇത്രത്തോളാണ് ബിസിനസ് മാനേജ്മെന്റ് HRMൽ വരുന്ന പോർഷന്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്കിങ് ആണ്. ഓക്കെ, സോ ബാങ്കിങ്ങിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാച്ച് ദ ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 1 വിത്ത് ഐറ്റംസ് ഓഫ് ലിസ്റ്റ് 2 ആൻഡ് ചൂസ് ദ കറക്റ്റ് കോഡ് ഓഫ് കോമ്പിനേഷൻ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ബാങ്ക്സിന്റെ പേരും അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പേരും അതിന്റെ കുറച്ച് ഫംഗ്ഷൻസ് ആണ് സൈഡിൽ തന്നിട്ടുള്ളത്. സോ എക്സിം ബാങ്ക്, NHB, IDBI ആൻഡ് NABARD. Advancing credit for agriculture and other economic activities in rural area. Financing exports and imports. Promoting housing finance institution. Financing, promoting and developing industries. Option A, A1, B2, C3, D4. Option B, A2, B1, C4, D3. Option C, A2, B3, C4, D1. And option D, A2, B3, C1 and D4. ഈസി ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Okay, so the answer is A2, B3, C4 and D1. Okay, option C ആണ് കറക്റ്റ്. എക്സിം ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്താണ്? എക്സിം ബാങ്ക് എന്ന് പറയുന്നത് നമുക്ക് അതിന്റെ പേരാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബാങ്ക് ആണ്. സോ അവിടെ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിനാണ് ഫൈനാൻസ് ചെയ്യുക. ബി എന്ന് പറയുന്നത് നാഷണൽ ഹൗസിംഗ് ബാങ്ക് ആണ്. ഓക്കെ, NHB. സോ അവിടെ ഹൗസിംഗ് ഫൈനാൻസിനാണ് പ്രൊമോട്ട് ചെയ്യുക. IDBI, ഇന്ത്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, ഓക്കെ, സോ അവിടെ ഫൈനാൻസിങ്, പ്രൊമോട്ട് ചെയ്യാൻ, ഡെവലപ്പിംഗ് ഇൻഡസ്ട്രീസ് ആണ്. ഡെവലപ്മെന്റ് ആണ് അവിടെ വരുന്നത്. ദെൻ സോറി, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സോ അവിടെ ഇൻഡസ്ട്രീസിനെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, പ്രൊമോട്ട് ചെയ്യുക, ഫൈനാൻസ് ചെയ്യുക. ഡി എന്ന് പറയുന്നത് NABARD ആണ്. ഓക്കെ, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്സ്. അവിടെ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഏരിയാസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ബാങ്ക് ഉള്ളത്. സോ ആ കാര്യം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. Next question is, which of the following are the techniques of monetary control adopted by RBI? RBI adopt ചെയ്ത monetary control techniques ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിക്കുന്നത്. ഓക്കെ, monetary control ആണ്, credit control അല്ല, monetary control techniques. Loans and advances to the industries, CRR, open market operations, statutory liquidity ratio and repo rates. 1, ABCD only, 2, ABDE only, 3, BCDE only, and 4, ACDE only. മോണിറ്ററി കൺട്രോൾ എന്തൊക്കെയാണ്? BCDE ഓൺലി ആണ്. കാരണം അവിടെ നമുക്ക് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദ ഇൻഡസ്ട്രീസ് വരുന്നില്ല. RBI അല്ലല്ലോ ലോൺസ് ആൻഡ് അഡ്വാൻസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആരാണ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുക? അവിടെ ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊടുക്കുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ RBIന്റെ മോണിറ്ററി കൺട്രോൾ വരുന്ന ടെക്നിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാഷ് റിസർവ് റേഷ്യോ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, സ്റ്റാറ്റുറ്ററി ലിക്വിഡിറ്റി റേഷ്യോ ആൻഡ് റിപ്പോ റേറ്റ്സ് ആണ്. Next one is assertion reasoning ആണ്. So assertion വരുന്ന RTGS, okay, real time gross settlement system is a fund transfer mechanism where transfer of money takes place from one bank to another on a real time and gross basis. Reason, there is no minimum ceiling for RTGS transactions. Both A and R are correct, and R is correct explanation of E. Both A and R are correct, but R is not correct explanation of E. A is correct, but R is not correct. E is not correct, but R is correct. So the answer is option A is correct, but sorry, assertion is correct, but reasoning is not correct. Okay, RTGS that is real time gross settlement system എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് റിയൽ ടൈമും ഗ്രോസ് ബേസിസിൽ നമുക്ക് ഒരു ബാങ്കിൽ നിന്ന് മറ്റേ ബാങ്കിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ട് ട്രാൻസ്ഫർ മെക്കാനിസം ആണ്. കറക്റ്റ് ആണത്. പക്ഷേ
മിനിമം സീലിംഗ് ഇല്ല എന്ന് പറഞ്ഞത് തെറ്റാണ്. മിനിമം ലിമിറ്റ് ഉണ്ട്. ഓക്കെ, 2 lakh വരെ നമുക്ക് അവിടെ എന്താ പറയാ ഇതാക്കാൻ പറ്റുള്ളൂ. ട്രാൻസാക്ഷൻ മിനിമം എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻ മിനിമം സീലിംഗ് എന്ന് പറഞ്ഞാൽ അതായത് മിനിമം എമൗണ്ട് നമ്മൾ RTGS-ലൂടെ കൊടുക്കേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് ഓഫ് 2026 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 lakh ആയിരിക്കണം. ഓക്കെ. Next question is, which one of the following is not a component of formal or organized financial system? Financial market, financial institutions, instruments, chit fund companies and financial services. ഇത് നമുക്ക് വേഗം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ചിറ്റ് ഫണ്ട് കമ്പനീസ് ആണ്. ഓക്കെ. Next question is, charge collected from the investors by mutual fund scheme when it sells its units to investors is called exit load, entry load, switch and sale price. ഓക്കെ, മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിന്നും നമ്മൾ മ്യൂച്വൽ ഫണ്ട് സ്കീം നമ്മൾ ഇൻവെസ്റ്റേഴ്സിൽ നിന്നും കളക്ട് ചെയ്യുന്ന ചാർജ് ഉണ്ടാവല്ലോ, ലൈക്ക് അവിടെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് നമ്മുടെ യൂണിറ്റ്സ് സെൽ ചെയ്യുമ്പോൾ അതിന് നമ്മൾ പറയുന്നതാണ് എന്ത്, എൻട്രി ലോഡ്. നേരെ തൽത്തിച്ചിട്ടാണെങ്കിൽ അത് എക്സിറ്റ് ലോഡ് ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the right of the insurer to stand in the place of insured after the settlement of a claim, and it gives the insurer right to recover from an alternative source. The principle involved in this case is called principle of insurable interest, principle of subrogation, principle of causa proxima and principle of contribution. Okay, the insurance portion വരുന്നതാണ്. ഓൾട്ടർനേറ്റീവ് സോഴ്സിൽ നിന്നും റിക്കവർ ചെയ്യാൻ വേണ്ടിയുള്ള ഇൻഷുററിന്റെ റൈറ്റ് കൊടുക്കുന്ന പ്രിൻസിപ്പിൾ ഏതിലാണ് വരുന്നത്, സബ്രോഗേഷനിലായിരിക്കും. ഓക്കെ. Next one is, process of ensuring access to appropriate financial products and services needed by all sections of the society in general and vulnerable groups such as weaker sections and low income groups in particular at an affordable cost in a fair and transparent manner by mainstream institutional players is referred as financial integration, financial instability, financial inclusion and monetary instability. അപ്പൊ ഇതിലെന്താ പറഞ്ഞിട്ടില്ല, നമ്മൾ എല്ലാവരെയും കൂടി ഒത്തുചേർത്ത് പോകുന്നത്. ഓക്കെ, എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നത്. ലൈക്ക് നമ്മൾ വീക്കർ സൊസൈറ്റി ആണെങ്കിലും ലോ ഇൻകം സെക്ഷൻ ആൾക്കാരെ ആണെങ്കിലും ഗ്രൂപ്പ്സിനെയാണ് നമ്മൾ അതിനെല്ലാത്തിനും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എന്താ പറയാന്നാണ്. സോ നമുക്ക് അത് ഇൻക്ലൂഡ് ചെയ്ത് പോകുന്നതിന് നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് ഒറ്റൊരു പേരേ ഉള്ളൂ, ദാറ്റ് ഇസ് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ. ഓക്കെ. The next one is, which one of the following is not a method of new issues? New issues in method അല്ലാത്ത ഏതൊക്കെയാണ്? Public issue through prospectus, റൈറ്റ് ഇഷ്യൂ, ബോണസ് ഇഷ്യൂ ആൻഡ് ബുക്ക് ബിൽഡിംഗ്. അറിയാം എന്താണ് ബോണസ് ഇഷ്യൂ ആണ്. ബോണസ് ഇഷ്യൂ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പുതിയ ഇഷ്യൂ ഇതാക്കല്ല ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി ഉള്ള ഷെയർസ് നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ എംപ്ലോയീസിന് അവരുടെ വർക്കിന് നമ്മൾ കൊടുക്കുന്നതാണ് ബോണസ് ഇഷ്യൂ. Non-receipt of dividend by investors is categorized in which type of complaints received by the type SBI? Okay, type 1, type 2, type 3 and type 4. Okay, so the answer is type 2. Okay, so type 1-ൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ വരിക? കംപ്ലൈൻറ്റ്സ് റിലേറ്റിംഗ് ടു നോൺ റെസീറ്റ് ഓഫ് റീഫണ്ട് ഓർഡേഴ്സ്, അലോട്ട്മെന്റ് ലെറ്റേഴ്സ്, ഷെയർ സർട്ടിഫിക്കറ്റ്സ് ഒക്കെയാണ് ടൈപ്പ് 1-ൽ വരുന്നത്. ടൈപ്പ് 2-ൽ വരുന്നത് എന്താണ്? നോൺ റെസീറ്റ്സ് ഓഫ് ഡിവിഡൻസ് ആണ്. ടൈപ്പ് 3-ൽ വരുന്നത് നോൺ റെസീറ്റ് ഓഫ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഇൻട്രസ്റ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നോൺ റെസീറ്റ്സ് ഒക്കെ ടൈപ്പ് 3-ലാണ് വരിക. ടൈപ്പ് 4-ൽ വരുന്നത് എന്താണ്? നോൺ റെസീറ്റ്സ് ഓഫ് ബോണസ് ഷെയർസ്. ഓക്കെ, അപ്പം ടൈപ്പ് 1-ൽ നമ്മുടെ നോൺ റെസീറ്റ് ഓഫ് റീഫണ്ട് ഓർഡേഴ്സ്, അലോട്ട്മെന്റ് ഷെയർസ് ഒക്കെ ആണ്. 2-ൽ ഡിവിഡൻഡിന്റെ നോൺ റെസീറ്റ്, 3-ൽ ഡിബഞ്ചർ ഇൻട്രസ്റ്റിന്റെ നോൺ റെസീറ്റ്, 4th-ൽ ബോണസ് ഷെയർസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അതുപോലെ റൈറ്റ് ഫോംസും മിസലേനിയസ് ഇഷ്യൂസിന്റെ നോൺ റെസീറ്റ്സ് ഒക്കെയാണ് ടൈപ്പ് 4-ൽ വരാം. Next question is, arrange the following committees as per their year of formation in ascending order. Narasimham Committee 1, Padmanabhan Committee, Verma Committee, Sarf Committee, Rashidi Jilani Committee. ABCDE, AEDBC, AEBDC and ADEBC. Okay, so the answer is AEDBC, that is Narasimham Committee ആണ് ഫസ്റ്റ് വരുന്നത്. നരസിംഹം കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1991-ലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, 1991-ലാണ് നരസിംഹം കമ്മിറ്റി വന്നിട്ടുള്ളത്. പിന്നെ വരുന്ന ആണ്, ദാറ്റ് ഇസ് റാഷിദ് ജിലാനി കമ്മിറ്റി.
അത് ഫോം ചെയ്തിട്ടുള്ള 1992-ലാണ്. പിന്നെ വരുന്നത് D, that is Saraf Committee 1994-ലാണ് വരുന്നത്. B, that is Padmanabhan Committee, that is 1995-ൽ വരുന്നു. C ആണ് വരുന്നത് പിന്നെ that is Verma Committee, that is 1998-ൽ. Okay, so Narasimhan Committee 1991, Rashidi 1992, Saraf Committee 1994, Padmanabhan Committee 1995 and Verma Committee 1998. Okay, ഇത്രത്തോളാണ് ബാങ്കിങ്ങിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ ഡിസംബർ അറ്റംപ്റ്റിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇനി നമ്മൾ എൻഡിലേക്ക് കടക്കാൻ പോകണം. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷനിലെ എൻഡിലേക്ക് കടക്കാൻ പോകണം. സോ നമ്മളിപ്പം ഓൾറെഡി 7 യൂണിറ്റിന്റെ ഡിസംബർ അറ്റംപ്റ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത് നമ്മൾ 8ാമത്തെ യൂണിറ്റിലേക്കാണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഓക്കെ, സോ അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർ വിച്ച് ഓഫ് ദ ഫോളോയിങ് എ ഫേം വെൽ പബ്ലിസൈസ്ഡ് ചേഞ്ചസ് ഇൻ പ്രൈസ് ആൻഡ് പ്രൈസ് ചേഞ്ചസ് ആർ ജനറലി ഫോളോഡ് ബൈ ദ റൈവൽ ഫേംസ്. This kind of price leadership may not necessarily come from the largest firm of the industry. Biometric price leadership, barometric price leadership by low-cost firm, and price leadership by dominant firm. ഇവിടെ ഒരു വെൽ പബ്ലിസൈസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, പ്രൈസ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ഈ പ്രൈസ് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈവൽ ഫേംസ് ഫോളോ ചെയ്യുന്നുള്ളതാണ്. സോ അവിടെ ബാരോമെട്രിക് പ്രൈസ് ലീഡർഷിപ്പ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് അസേർഷൻ ആൻഡ് റീസണിംഗ് ആണ്. അസേർഷനിൽ വരുന്നത് ദ സ്കിമ്മിംഗ് പ്രൈസ് പോളിസി ഈസ് അഡോപ്റ്റഡ് വേർ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് എ ന്യൂ പ്രൊഡക്റ്റ് ആർ നോട്ട് അവൈലബിൾ. Reason, this policy requires fixing a lower initial price designed to penetrate the market as quickly as possible and is intended to maximize the profit in the long run. In the light of above statements, choose the most appropriate answer for the options given below. Both A and R are correct and R is the correct explanation of A. Both A and R are correct but R is not correct explanation of A. A is correct but R is not correct. A is not correct but R is correct. സോ ദ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ കറക്റ്റ് ആണ്, ആറ് കറക്റ്റ് അല്ല. അതായത് എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിമ്മിംഗ് പ്രൈസ് പോളിസി നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പോഴാണ് ഒരു ന്യൂ പ്രൊഡക്റ്റിന്റെ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ഇല്ലെങ്കിലാണ് നമ്മളവിടെ സ്കിമ്മിംഗ് പോളിസി അഡോപ്റ്റ് ചെയ്യുക. സ്കിമ്മിംഗ് പോളിസി പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൈ ആക്കിയിട്ട് പിന്നെ കുറച്ച് ഗ്രാജുവലി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്, റൈറ്റ്. പിന്നെ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അവിടെ കൊടുത്തിട്ടുള്ളത്? This policy requires fixing a lower initial price designed to penetrate the market as quickly as possible and is intended to maximize the profit in long run. അത് ഇതിൽ വരുന്നതല്ല. ഇതിന്റെ റീസൺ അല്ല. ഈ ഒരു റീസൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുള്ള സെന്റൻസ് ടോട്ടലി അട്ടർ ഫെയിലിയർ ആണ്. ഓക്കെ, സോ അവിടെ തെറ്റാണ്, അട്ടർ റോങ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ബൈ ഓഫ് പേഴ്സണൽ സെല്ലിംഗ് ഇൻ സീക്വൻസ്. പ്രീ അപ്രോച്ച്, പ്രസന്റേഷൻ ആൻഡ് ഡെമോൺസ്ട്രേഷൻ, അപ്രോച്ച്, prospecting and qualifying, handling objections. ADCEB, ACDEB, CADBE and DACBE. ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DACBE ആണ്. ഫസ്റ്റ് നമ്മൾ പ്രോസ്പെക്ടിങ് ആൻഡ് ക്വാളിഫൈങ് ചെയ്യും, എന്ന് നമ്മൾ പ്രോസ്പെക്ട് ചെയ്തിട്ട് ക്വാളിഫൈ ചെയ്യും, എന്ന് നമ്മൾ പ്രീ അപ്രോച്ച് ഏറ്റെടുക്കും, ദെൻ അപ്രോച്ച് ഏറ്റെടുക്കും, ദെൻ പ്രസന്റേഷൻ, ഡെമോൺസ്ട്രേഷൻ ആൻഡ് ഹാൻഡ്ലിംഗ് ഒബ്ജെക്ഷൻസ്. പിന്നെ ഒരു അസേർഷൻ ആൻഡ് റീസണിംഗ് ആണ് വരുന്നത്. അസേർഷൻ, ദ മിനിമം ലെവൽ ഓഫ് സർവീസ് ദ customer expects represent the threshold level of expectation. Reason, the gap between the desired and adequate service has been called as the zone of intolerance. Both A and R are correct and R is the correct explanation of A. Both A and R are correct but R is not correct explanation of A. A is correct but R is not correct. A is not correct but R is correct. So the answer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വീണ്ടും അസേർഷൻ കറക്റ്റ് ആണ്, പക്ഷെ റീസൺ കറക്റ്റ് അല്ല. അതായത് മിനിമം ലെവൽ ഓഫ് സർവീസ് ദ കസ്റ്റമർ എക്സ്പെക്ട്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എക്സ്പെക്ടേഷന്റെ ത്രെഷോൾഡ് ലെവലാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. പക്ഷേ ഗ്യാപ്പ് ബിറ്റ്വീൻ ഡിസൈഡ് ആൻഡ് ആഡിക്വേറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ സോൺ ഓഫ് ഇൻടോളറൻസ് ആണെന്ന് പറഞ്ഞത്, അത് തെറ്റാണ്, ടോട്ടലി റോങ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഓഫ് പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ് ഇൻ പ്രോപ്പർ സീക്വൻസ്. Evaluation of alternatives, search for alternatives, need recognitions, decision, development of decision criteria. CBAED, CABED, CEBAD and BACED. Okay, so the answer is CEBAD. അതായത് ഫസ്റ്റ് നമ്മൾ നീഡ് റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് നമ്മൾ ഡിസിഷൻ ക്രൈറ്റീരിയ ഡെവലപ്പ് ചെയ്യും, ഓൾട്ടർനേറ്റീവ്സ് സെർച്ച് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. സെർച്ച് ചെയ്തുള്ള നമുക്ക് ഐഡന്റിഫൈ ചെയ്തുള്ള ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കും.
Which of the following are the myths? Which of the following are the myths about rural marketing? Rural marketing പറ്റിയുള്ള myths കാര്യങ്ങളും എന്തൊക്കെയാണുള്ളത്? All villages are equally populated. Rural consumers are heterogeneous lot. Being illiterate, rural consumers is not able to discriminate between product and brands. Only low-priced products will sell in rural India. Rural markets are the consumer durable markets. A, B, C, and D, A, C, and D, C, D, and E, and B, C, D, and E. Answer എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A, C, and D, and that is all villages are equally populated. Okay, അതൊരു മിത്താണ്. പിന്നെ ബീങ് ഇല്ലിറ്ററേറ്റ് റൂറൽ കൺസ്യൂമർ ഈസ് നോട്ട് ഏബിൾ ടു ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പ്രൊഡക്റ്റ് ആൻഡ് ബ്രാൻഡ്സ്, അതൊരു മിത്താണ്. ആൻഡ് ലാസ്റ്റ് മിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോ പ്രൈസ്ഡ് പ്രൊഡക്ട്സ് മാത്രമാണ് റൂറൽ ഇന്ത്യയിൽ വിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു മിത്താണ്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് എ ഫാക്ട്. ഓക്കെ, സോ ദീസ് ആർ ഓൾ മിത്സ് അബൌട്ട് റൂറൽ മാർക്കറ്റ്. Match list 1 with list 2. List 1 the highest reach, most persuasive, immediate effect on sales, no cost involved. List 2 the publicity, advertising, personal selling, and sales promotion. A1, B2, C3, D4, A2, B1, C3, D4, A2, B3, C4, D1, and A4, B1, C2, D3. Okay, so the answer is A2, B3, C4, and D1. Okay, അതായത് ഹയസ്റ്റ് റീച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വർടൈസിംഗ് ആണ്. ഡെഫിനറ്റ്ലി അഡ്വർടൈസിംഗ് ആണ്. മോസ്റ്റ് പെർസ്വേസീവ് പറഞ്ഞാൽ പേഴ്സണൽ സെല്ലിംഗ് ആണ്. പേഴ്സണൽ സെല്ലിംഗ് നമ്മൾ ഓരോ സ്ഥലത്ത് പോയിട്ട് വെണ്ടറിങ് കാര്യങ്ങൾ, ജോബേഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ ഓരോ വീട്ടിൽ കയറിയിട്ട് സാധനങ്ങൾ വിൽക്കുമ്പോൾ പേഴ്സണൽ സെല്ലിംഗ് ചെയ്യുമ്പോൾ അവിടെ ഇത്തിരി കൂടി മോസ്റ്റ് പെർസ്വേസീവ് ആയിരിക്കും. നമ്മൾ ആൾക്കാർ ഇത്തിരി കൂടി പെർസ്വേഡ് ചെയ്യും. ഓക്കെ, പിന്നെ വരുന്നത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റ് ഓൺ സെയിൽസ് പറഞ്ഞാൽ സെയിൽസ് പ്രൊമോഷനിലൂടെയാണ് ഉണ്ടാവുന്നത്. നോ കോസ്റ്റ് ഇൻവോൾവ് ആണെങ്കിലോ അത് പബ്ലിസിറ്റിയാണ്. പിന്നെ നമുക്ക് ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്. പാസേജിൽ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ആണ് ജനറലി ഉണ്ടാവുക ഒരു പാസേജിന്റെ മേലെ. ഓക്കെ, സോ ആ പാസേജ് നമുക്ക് കൊമേഴ്സിന്റെ കേസിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത് ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസിന്റെ ഇതിലും അതുപോലെ തന്നെ മാർക്കറ്റിംഗിന്റെ പോർഷനിലായിരുന്നു നമുക്ക് 2 RC വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ RC ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതിൽ കൊടുത്തതേ ഉള്ളൂ. ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളത് റെക്കോർഡിംഗ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ, സോ ഇത്രത്തോളാണ് മാർക്കറ്റിംഗിൽ വരുന്ന ഏരിയ. ഇനി അടുത്ത് വരുന്നത് ലീഗൽ ആസ്പെക്ട്സിലാണ് വരുന്നത്. ഓക്കെ, ലീഗൽ ആസ്പെക്ട്സിൽ വരുന്നത് ഫസ്റ്റ് അസേർഷൻ റീസണിംഗ് ആണ്. അസേർഷൻ, എ ജെന്റിൽമാൻ ഡൈഡ് ലീവിംഗ് എ യങ് വിഡോ. The relatives of the deceased threatened the widow to adopt a boy, otherwise they would not allow her to remove the dead body of her husband for cremation. The widow adopted the boy. Reason, the widow subsequently cancelled the adoption. The court held her consent was not free due to coercion. Both A and R are correct, and R is the correct explanation of A. Both A and R are correct, but R is not correct explanation of A. A is correct, but R is not correct. A is not correct, but R is correct. So എയും ആറും കറക്റ്റ് ആണ്. ആൻഡ് ആർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയുടെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഒരാൾ മരിച്ചു. മരിക്കുമ്പോൾ അയാളൊരു യങ് വിഡോ, അതായത് അയാളുടെ പ്രായം കുറഞ്ഞുള്ള ഭാര്യ അവിടെ വിധവാണ് ചെയ്യുന്നത്. ഡിസീസ്ഡ്, അതായത് മരിച്ചുപോയ ആളുടെ റിലേറ്റീവ്സ് ഭീഷണിപ്പെടുത്തി, ലൈക്ക് ഈ ഒരു നമ്മുടെ ഈ വിധവനോട് ഭീഷണിപ്പെടുത്തി, ലൈക്ക് ഷീ ഹാവ് ടു അഡോപ്റ്റ് എ ബോയ് ഓർ അതർവൈസ് they will not allow her to remove the dead body of her husband for cremation. So അതുകൊണ്ട് വിഡോ ബോയിനെ അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, ആൻഡ് ഈ വിഡോ എന്ന് പറയുന്നത് സബ്സീക്വന്റ്ലി അഡോപ്ഷൻ കാര്യങ്ങൾ ക്യാൻസൽ ചെയ്തു. സോ ദ കോർട്ട് അവിടെ എന്താ കൺസെന്റ് ചെയ്തിട്ടുള്ളത് എന്തായിരുന്നു, അവിടെ കോർട്ട് പറഞ്ഞിട്ടുള്ളത് ഹെർ കൺസെന്റ് വാസ് നോട്ട് ഫ്രീ ബിക്കോസ് ഇറ്റ് വാസ് ഡ്യൂ ടു കോയേഷൻ. കാരണം ആൾക്കാർ ത്രെട്ടൺ ചെയ്തിട്ടാണ്, ഡിസീസ്ഡ് ആളുടെ റിലേറ്റീവ്സ് ത്രെട്ടൺ ചെയ്തിട്ടാണ്, ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ ഒരു ആളെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ കൺസെന്റ് ഫ്രീ അല്ലാത്തത് കൊണ്ട് തന്നെ കോർട്ട് ആളെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു അഡോപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, next question is, arrange the following on the basis of sections of Indian Contracts Act 1872 in ascending order. Agreement in restraint of marriage, agreement made without consideration, agreement with unlawful object or consideration, agreement in restraint of trade, agreement by way of vigor. CBADE, CADBE,
ABCD, and DBACE. Okay, so the answer is CBADE. Okay, so first we have the agreement with unlawful objects of or consideration. That's section 23 ലാണ് വരുന്നത്. Agreement made without consideration വരുന്നത് എന്തിലാണ് section 25. Agreement in restraint of marriage section 26. Then restraint of trade, that is 27. Then way of legal വരുന്നത് 30 സെക്ഷനിലാണ് വരുന്നത്. Okay, so that is CBADE, that is unlawful objects or consideration, without consideration, restraint of marriage, restraint of trade, and way of legal. Arrange the following acts in ascending order as per their year of enactment: RTI, Competition Act, IT Act, that is Information Technology Act, Negotiable Instrument Act, and Indian Contract Act. EDCBA, ABCDE, ABEDC, and EDCAB. So the answer is EDCBA. Indian Contracts Act വന്നിട്ടുള്ളത് എപ്പോഴാണ്? 1872 പിന്നെ വന്നിട്ടുള്ളത് D, that is Negotiable Instrument Act ആണ് 1881. Then C, that is Information Technology Act 2000 വന്നു. Then Competition Act 2002 വന്നു. Right to Information Act 2005 വന്നു. Okay. What are the GST rates applicable after 22nd September 2025? Okay, ഇത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഡിസംബർ 2025 ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സെപ്റ്റംബർ 2025 22 GST റേറ്റ്സ് മാറിയിട്ടുണ്ടായിരുന്നു. 2 റേറ്റ്സ് മാറ്റിയിട്ട് ബാക്കിയുള്ള റേറ്റ്സ് കൊണ്ടുവരാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ബാക്കിയുള്ള റേറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. So 5%, 12%, 18%, 28%, and 40%. A, B, C, E, and D, B, C, D, and E, ACE, and BCE. ഓക്കെ, സോ നമുക്ക് ഇവിടെ AC and E ആണ്, അതായത് 12%ഉം 28% ആണ് ഒഴിവാക്കിയിട്ടുള്ളത്. 5, 18 and 40% ഇപ്പോഴും നിലവിലുണ്ട്. Match list 1 with list 2. List 1 doctrine of caveat emptor, bailment and pledge, holder in due course, DPIN. List 2 special contract, limited liability partnership, sales of goods act, negotiable instrument. Choose the correct answer. A4, B1, C2, D3, A1, B2, C4, D3, A2, B1, C3, D4, and A3, B1, C4, D2. So, doctrine of caveat emptor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിൽസ് ഓഫ് ഗുഡ്സ് ആക്ട് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേം ആണ്. ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ് പറഞ്ഞ സ്പെഷ്യൽ കോൺട്രാക്ട് ആണ്. ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറയുമ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റിന്റെ അണ്ടറിലാണ്. വേറസ് DPI എന്ന് പറയുമ്പോൾ നമുക്ക് LLPയിൽ വരുന്നതാണ്. നമുക്ക് DPI കോഡ് കാര്യങ്ങളുണ്ടാവില്ല. ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ, അതാണ് എന്താ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പിൽ വരുന്നത്. ഇനി വരുന്നത് ഒരു പാസേജ് ആണ്. സോ അത് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. ജസ്റ്റ് നിങ്ങൾ PYQ ഒന്ന് ജസ്റ്റ് റിഫർ ചെയ്യുമ്പോൾ ഈ ഒരു റെഫർ ചെയ്യുക മാത്രമല്ല ഈ ഒരു സ്ലൈഡും നിങ്ങൾക്ക് തരും. സോ സ്ലൈഡ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി എന്തൊക്കെയാണെന്നുള്ളത്. ഓക്കെ, സോ അടുത്ത് നമ്മൾ ഇൻകം ടാക്സിലേക്ക് കടക്കാൻ പോവാണ് ചെയ്യുന്നത്. ഫോർ അസസ്മെന്റ് ഇയർ 2025-26 health and education cess shall be levied at the rate of 1% on income tax, 2% on income tax, 3% on income tax, and 4% on income tax. So നമുക്കറിയാം ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ഇതുവരെ മാറിയിട്ടില്ല. ദാറ്റ് ഈസ് 4% ഓൺ ഇൻകം ടാക്സ് ആണ് നമ്മളെപ്പോഴും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അടിക്കേണ്ടത്. Mr. A resident in India, aged 60 years, earned agriculture income of 5 lakh and non-agriculture income of 3,80,000 for assessment year 2025-26. The tax liability of Mr. A is assuming that he does not opt to be taxed under the old regime, is 38,000, 3,640, 8,000 nil. സോ ആൻസർ നില്ലാണ്. ഓക്കെ, എങ്ങനെയാ നില്ലാവാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോ ഫസ്റ്റ് അയാളുടെ നോൺ അഗ്രികൾച്ചറൽ ഇൻകം 3,80,000, അഗ്രികൾച്ചറൽ ഇൻകം 5 lakh ആണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ടോട്ടൽ 8,80,000 ആണ്. ഓക്കെ, സോ അദ്ദേഹത്തിന് എന്താ പറയുക, ന്യൂ റെജീമിന്റെ പ്രകാരം നമുക്ക് 3 lakh വരെ എന്താണ് നില്ലാണ്. ഓക്കെ, 3 lakh വരെ നില്ലാണ്. 3 lakh മുതൽ 6 lakh വരെ 5%, ദാറ്റ് ഈസ് 15,000 ആവും. 6 lakh മുതൽ 8,80,000 വരെ 10%, ദാറ്റ് ഈസ് 28,000 കിട്ടും.
സോ ടോട്ടൽ അവിടെ ടാക്സ് എന്ന് പറയുന്നത് 43,000 ആയിരിക്കും. ഓക്കെ റൈറ്റ്. സോ നമുക്ക് ഇവിടെ ബേസിക് എക്സംഷൻ ലിമിറ്റും പ്ലസ് അഗ്രികൾച്ചർ ഇൻകം ഉണ്ടല്ലോ. സോ അവിടെ 3 lakh ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ് അല്ലേ, ടാക്സ് ഓൺ 8 lakh rupees മേലെ. ഓക്കെ, സോ അവിടെ നമുക്ക് എന്താണ് 3 lakh വരെ നില്ല്, 6 lakh വരെ 15,000, 8 lakh വരെ 20,000. സോ അവിടെ ടോട്ടൽ ടാക്സ് പേബിൾ 35,000 ആയിരിക്കും. ഈ 43,000 35,000 മൈനസ് ചെയ്യാം. സോ അവിടെ 35,000 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8,000 കിട്ടും. ആൻഡ് നമ്മൾ റിബേറ്റ് ആക്കും. റിബേറ്റ് നമുക്ക് 12,500 വരെയാണ് കിട്ടുക. സോ ഇവിടെ 8,000 ടോട്ടലി ക്യാൻസൽ ആയി പോകും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഓൾഡ് ടാക്സ് റെജീമിന്റെ അണ്ടറിൽ ഓപ്റ്റ് ചെയ്യാത്തത്, അതായത് ന്യൂ ടാക്സ് റെജീമിന്റെ അണ്ടറിൽ ഓപ്റ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന്റെ ടാക്സ് ലയബിലിറ്റി നീലായിരിക്കും. An assessee who declares his business or profession income in accordance with the provisions of Section 44AD1 or Section 44ADA1 must pay up to 100% of advance tax payable on or before December 15 of the previous year, January 15 of the previous year, February 15 of the previous year, and March 15 of the previous year. So, what March 15 of the previous year ഉള്ളിലാണ് നമ്മൾ 100% of advance tax pay ചെയ്യേണ്ടത്. Okay. Where a company incurs any expenditure on any notified skill development project, then such company can claim as deduction under Section 35 CCD. Okay, അതിൽ വരുന്നത് only 25% of such expenditure, 50%, 75% or 100% of such expenditure. So അവിടെ 100% of such expenditure ഈ ഒരു 35 CCDന്റെ സെക്ഷന്റെ അണ്ടറിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അതിന്റെ ഡിഡക്ഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ജൂൺ 2025 സെയിം ആയിട്ടുള്ള സെയിം ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. എന്റെ അറിവിൽ ജൂൺ 2025 ഈ ഒരു ക്വസ്റ്റ്യൻ ആകെ വന്നിട്ടുണ്ടായിരുന്നത്. അത് സെയിം സാധനം, സെയിം ക്വസ്റ്റ്യന് വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ ദ ഓപ്ഷൻസ് ഡിസംബർ 2025 അറ്റംപ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. So arm's length price as per Section 92F of the Income Tax Act is the price applied or proposed to be applied when two related persons enter into a transaction in uncontrolled condition. Two unrelated persons enter into a transaction in a controlled condition. Two related persons enter into a transaction in controlled condition. And two unrelated persons enter into a transaction in uncontrolled condition. So the answer is D. Unrelated ആയിട്ടുള്ള പേഴ്സൺസ് അൺകൺട്രോൾഡ് കണ്ടീഷനിലുള്ള ട്രാൻസാക്ഷനിൽ എൻ്റർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇത് ആംസ് ലെങ്ത് പ്രൈസ്. ഓക്കെ, പിന്നെ അസേർഷൻ റീസണിംഗ് ആണ്. സെക്ഷൻ 91 പ്രൊവൈഡ്സ് ഫോർ ഗ്രാൻസ് ഓഫ് യൂണിലാറ്ററൽ റിലീഫ് ഇൻ ദ കേസ് ഓഫ് resident taxpayers on income which has been taxed in India as well as in the country with which there is no double taxation avoidance agreement. The relief under Section 91 is granted by allowing to the taxpayer a deduction from tax liability of an amount equal to the tax calculated at the average Indian rate of tax or the amount of tax calculated at the rate of that other country on the doubly tax income whichever is higher. Both A and R are correct, and R is the correct explanation of E. Both A